Okay. ഹലോ മക്കളെ, വെൽക്കം ടു ഫിസിക്സ് വാല. എല്ലാവരും എവിടെ എക്സാം അല്ലേ ഇന്ന്? നീച്ചിട്ടില്ലേ ആരും? 5 മണി ആയല്ലോ. എവിടെയാണ് ഗായ്സ്? എനിക്കാരെയും കാണുന്നൊന്നുമില്ല. വേഗം ജോയിൻ ചെയ്തേ മക്കളെ, വേഗം ജോയിൻ ചെയ്. നീച്ച് വന്നവരൊക്കെ ഹായ് മാം, ഗുഡ് മോർണിംഗ് എന്നൊന്ന് പറഞ്ഞേ, കാണട്ടെ. ഹായ് മാം, ഗുഡ് മോർണിംഗ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്തായി പഠിത്തം? നിനക്ക് ഉറക്കൊന്നും ഇല്ലേ? നീ രാവിലെ നേരത്തെ നീച്ചത് പഠിക്കാൻ വേണ്ടി നീച്ചതാണോ അതോ ബിറ്റ് എഴുതാൻ വേണ്ടി നീച്ചതാണോ? സത്യം പറ. ഗുഡ് മോർണിംഗ് അമീൻ. ഉറക്കം മാറിയില്ല മിസ്സേ? മിസ്സിന് ഉറക്കം മാറിയിട്ടില്ല മിസ്. ഇന്നലെ 12 മണിക്ക് 1 മണിയായി കിടക്കാനായപ്പോൾ 1 മണിക്ക് കിടന്ന് 3:45 നീച്ചു. എനിക്ക് എന്താ നടക്കുന്നതെന്ന് പോലും അറിയുന്നില്ല. ഗുഡ് മോർണിംഗ്. ബാക്കിയുള്ളവരൊക്കെ എവിടെ മക്കളെ? വേഗം വന്നേ, ഓടിവായോ. ഇന്നൊരു ദിവസം കൂടിയേ ഉള്ളൂ, കഴിഞ്ഞു. ഇന്ന് ഉച്ചക്കത്തെ ആ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനോടെ നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഓടിവാ. ബിറ്റൊക്കെ സെറ്റാണ്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്ലാസ് സ്റ്റാർട്ട് ചെയ്യല്ലേ? എല്ലാവരും ജോയിൻ ചെയ്തോളൂ എന്ന് വിചാരിക്കുന്നു. സ്റ്റാർട്ട് ചെയ്യാം. എങ്ങനെയായി മക്കളെ? പഠിച്ചൊക്കെ എത്തിച്ചോ? ടീച്ചർ നല്ല ക്വസ്റ്റ്യൻ പേപ്പർ, ഒരുവിധം എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും സെറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ വീണ്ടും കുറച്ചും കൂടി ഒന്ന് ചെക്ക് ചെയ്തിട്ട് കുറച്ചും കൂടി ക്വസ്റ്റ്യൻസ് കിട്ടിയിട്ടുണ്ട്. പിന്നെ അതേപോലെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാവരും വരട്ടെ. അതേപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫ്ലോ ചാർട്ട്സും ടീച്ചർ ഒന്ന് പറഞ്ഞു തരാം കേട്ടോ. നിങ്ങൾ ഒരു ഐഡിയ നിങ്ങൾക്ക് തന്നിട്ട് വിടാം. ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാ. എന്തേലും കാണിച്ചിട്ട് വരണം, പാസ്സാവാതെ വന്നേക്കരുത് കേട്ടോ. ഗുഡ് മോർണിംഗ് വൃന്ദ. ഗുഡ് മോർണിംഗ് ഗായ്സ്. എല്ലാവരും ഇപ്പോഴാണ് നീച്ചിരിക്കുന്നേ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ എന്നാ? ഓക്കെ, 5:03 ആയില്ലേ? 5:05 സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. 5:05 സ്റ്റാർട്ട് ചെയ്യാവേ. പേടിയാവുന്നുണ്ട്. എന്തിന്? ഒരു പേടിയും പേടിക്കണ്ട. നിങ്ങൾ സെറ്റാണ് മക്കളെ, നിങ്ങൾ സെറ്റാണ്. എൻ്റെ കൂടെ ഈ ശനി ഞായറും തിങ്കളും ഇത്രയും ദിവസത്തിൻ്റെ ലൈവും അതേപോലെ ഈ പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും കണ്ടിട്ടുള്ള മക്കളാണെങ്കിൽ എന്തായാലും പഠിച്ചിട്ടുണ്ടെങ്കിൽ, ചുമ്മാ വന്നിട്ട് എന്താ പറയുക ചാറ്റ് ചെയ്ത് പോകുന്ന മക്കളാണെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. അതല്ലാതെ ബാക്കിയുള്ളവരാണെങ്കിൽ 80 നിങ്ങൾക്ക് എങ്ങനെയായാലും പോയി ഒരു 50 മേലെ കിട്ടും. ഓക്കെ, പേടിയാവൊന്നും ചെയ്യണ്ട. പേടിച്ചിട്ട് ബാക്കിയുള്ളതും കൂടി കളയരുത് കേട്ടോ. ബാക്കി നമ്മുടെ കോൺഫിഡൻസ് കൂടി പേടിച്ചിട്ട് കളയരുത്. അപ്പോൾ ബാക്കിയൊക്കെ നമ്മുടെ കയ്യിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് എഴുതാം. നിങ്ങളെ കൊണ്ട് സാധിക്കും, നിങ്ങളെ കൊണ്ട് പറ്റൂ. ഓക്കെ, എടാ പഠിച്ചാൽ പേടിക്കേണ്ട ആവശ്യമുണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ടെൻഷൻ ആവുമല്ലോ. പബ്ലിക് എക്സാം ആണല്ലോ, അതാണല്ലോ അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. ഫിസിക്സ് എക്സാം എങ്ങനെ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ ആയിരിക്കും. ഓക്കെ, എളുപ്പമായിരിക്കും കേട്ടോ. സുജിത് സുനിൽ പഠിച്ചു കഴിഞ്ഞിട്ടില്ല.
അത് കഴിയില്ല, അത് അങ്ങനത്തെ ഒരു സംഭവമാണ്. പഠിച്ചു കഴിഞ്ഞിട്ടില്ല നമ്മൾ, വി വോണ്ട് ബി റെഡി ഫോർ ദാറ്റ് പെർട്ടിക്കുലർ വൺ. അത് നമുക്ക് അങ്ങനെയാണ്, അത് എക്സാംസിൻ്റെ പ്രത്യേകത അങ്ങനെയാണ്. എന്ന് വെച്ചാൽ നമുക്ക് എക്സാം എഴുതാതിരിക്കാൻ പറ്റില്ലല്ലോ. പഠിച്ചു കഴിഞ്ഞാലും കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമുക്ക് എക്സാം എഴുതണം അല്ലേ, അതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പഠിച്ചിരുന്നു ബട്ട് തിങ്ക് ചെയ്തിട്ട് കിട്ടുന്നില്ല, അങ്ങനെയൊന്നും വിചാരിക്കില്ല. അത് ആ എക്സാം ഹാളിൽ നിങ്ങൾ കയറുമ്പോൾ ഒക്കെ സെറ്റ് ആവും. ഓക്കെ, സോ നമ്മൾ ഇന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത് നെക്സ്റ്റ് സീരീസ്, അതായത് നെക്സ്റ്റ് കുറച്ച് ക്വസ്റ്റ്യൻസും കൂടി ടീച്ചറത്തുണ്ട്. പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ തന്നെയാണ്. 25 മുതൽ ഒരു 2019 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ്. 2019 to 2025 വരെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ചെയ്ത് നോക്കാം, നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ 2022 ഫസ്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇത് 2022 ചോദിച്ചിട്ടുണ്ട് ഈ ക്വസ്റ്റ്യൻ. സെയിം ക്വസ്റ്റ്യൻ 2024 ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ദ യൂണിറ്റ് ഓഫ് ദ റേറ്റ് കോൺസ്റ്റന്റ് ഓഫ് എ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ ഇസ്, ഫസ്റ്റ് ഓർഡർ 0 ഓർഡർ, ഫസ്റ്റ് ഓർഡർ 2 സെക്കൻഡ് ഓർഡർ. അപ്പോൾ അതിൻ്റെ യൂണിറ്റ്സ് പഠിച്ചാൽ ശ്രമിക്കുക. യൂണിറ്റ്സ് ഓഫ് ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്താ മക്കളെ? ആൻസർ ഇട്ടേ. ആൻസർ എന്താന്നിട്ടേ? ദ യൂണിറ്റ് ഓഫ് ദ ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ. Exactly. Very good. S raised to -1. Okay, so unit of the first order reaction is S raised to -1. Next question. The reaction in which converts the benzene diammonium chloride. Benzene diammonium chloride in ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ടു ക്ലോറോബെൻസീൻ. നമ്മുടെ ക്ലോറോബെൻസീനിലേക്കാണ് കൺവേർട്ട് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. ആൻഡ് വി നീഡ് ദാറ്റ് പെർട്ടിക്കുലർ റിയാക്ഷൻ. ദ റിയാക്ഷൻ വിച്ച് കൺവേർട്സ് ബെൻസീൻ ഡയസോണിയം ക്ലോറൈഡ് ടു ക്ലോറോബെൻസീൻ യൂസിങ് CuCl in the bar of HCl. ആ റിയാക്ഷൻ്റെ പേരെന്താ മക്കളെ? CuCl in the CuCl in HCl എന്ന് പറയുന്നത് എന്ത് റിയാക്ഷനാണെന്നറിയോ? സാൻമേയർ റിയാക്ഷൻ. അതേപോലെ നമ്മുടെ ഗ്യാറ്റൻമാൻ റിയാക്ഷൻ ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്, മിസ് ചെയ്യാതെ പഠിക്കാം മക്കളെ. സ്വാർട്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്, ഫിംഗൽസ്റ്റൺ റിയാക്ഷൻ എന്ന് പറയുന്നത് ഹാലോജൻ എക്സ്ചേഞ്ച് മെത്തേഡ് ആണ്. കോപ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് വേറെ റിയാക്ഷൻ ആണ്. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. കോപ്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ സാലിസിലിക് ആൽക്കഹോളിൻ്റെ പ്രൊഡക്ഷനാണ് CH ഫിനോളിൽ നിന്ന്. സോ ഇതാണ് സാൻമേയർ റിയാക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്. സാൻമേയർ റിയാക്ഷൻ ആണ് ഇതിൻ്റെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് കേട്ടോ. Okay, the law that can be used to determine the limiting molar conductivity of weak electrolytes. ഏത് ലോ വെച്ചിട്ടാണ് മക്കളെ? ഏത് ലോ വെച്ചിട്ടാണ് നമുക്ക് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കാണാൻ പറ്റുന്നത്? വേഗം പറഞ്ഞേ, ഏത് ലോയാ? പറയൂ, ഏത് ലോ വെച്ചിട്ട് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നത്? ലോ that can be used to determine the limiting molar conductivity. Exactly, Siddhan. Very good. Corlacious law ആണ്. KOH ആണ് കേട്ടോ. എല്ല മോനെ H ആണ്. കോർലാഷ്യസ് ലോ എന്താ പറയുന്നത്? അതായത് നമ്മളൊരു ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടെത്തണമെങ്കിൽ അതിന്റെ എന്താണെന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ആക്ച്വലി ഈക്വൽ ടു ദി നമ്മുടെ ആ ഒരു ഇൻഡിവിജ്വൽ കോൺട്രിബ്യൂഷൻ ഓഫ് ദി കാറ്റിയോൺസ് ആൻഡ് ആനിയോൺസ്. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ദ NaCl എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റ്സ് ആണെങ്കിൽ നമുക്ക് എങ്ങനെ കണ്ടെത്തിയാൽ മതി? Na+നെയും Cl- ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ we will get the limiting molar conductivity of this particular electrolyte. Yes, Amin. Very good children. Okay, next question. What is lanthanoid contraction? Mention any two consequences. 2022 question പേപ്പറിൽ കണ്ടിട്ടുണ്ട്, 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ 2024 ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടത് 2026 കുറേ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതായത് 2022 ക്വസ്റ്റ്യൻ പേപ്പറാണ്. 2024 ഒരുപാട് ക്വസ്റ്റ്യൻസ് ഫോളോ ചെയ്തിട്ടുണ്ട്. അതേപോലെ 2023 ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് ഒരുപാട് ക്വസ്റ്റ്യൻസ് 2025 ഫോളോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു 2024 ക്വസ്റ്റ്യൻ പേപ്പർ കുറേയൊക്കെ 2026 ഫോളോ ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട് തോന്നുന്നു. കാരണം കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഞാൻ അങ്ങനെ കണ്ടിരുന്നു 2025 ക്വസ്റ്റ്യൻസ് ഒക്കെ. സോ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടു. 2022 കണ്ടു, 2024 കണ്ടിട്ടുണ്ട്. സോ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ മെൻഷൻ എനി ഓഫ് ഇറ്റ്സ് കോൺസിക്വൻസ്. എന്താ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത് മക്കളെ? എന്താ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ? വേഗം പറഞ്ഞേ. യെസ്, 2D and 3D. 2D അല്ല 3D. യെസ്. അതായത് നമുക്ക് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫ് ബ്ലോക്ക് എലിമെന്റ്സ് ഫിൽ ആവുന്നപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഡ്യൂ ടു ദി അതിൻ്റെ പേര്
ഡ്യൂ ടു പുവർ ഷീൽഡിങ് എഫക്റ്റ് 4F പുവർ ഷീൽഡിങ് എഫക്റ്റ് കാരണം എന്താ സംഭവിക്കുന്നത്? ഷീൽഡിങ് എഫക്റ്റ് എന്ന് പറയുന്നത് എസ് ഇസ് ഗ്രേറ്റർ ദൻ പി ഇസ് ഗ്രേറ്റർ ദൻ ഡി ഇസ് ഗ്രേറ്റർ ദൻ എഫ് ആയിരുന്നു. അപ്പോൾ എഫിൽ എന്ന് പറയുന്നത് എന്താ ഷീൽഡിങ് എഫക്റ്റ് എന്ന് പറയുന്നത് വളരെ വളരെ കുറവാണ്. അപ്പോൾ എഫ് ഫിൽ ആകുമ്പോൾ ഡ്യൂ ടു ദ പുവർ ഷീൽഡിങ് എഫക്റ്റ് കാരണം നമുക്ക് സൈസ് ഇൻക്രീസ് ആവുന്നില്ല. അപ്പോൾ ലാന്തനോയിഡ്സിന്റെ സൈസിൽ എന്ത് സംഭവിക്കുന്ന പറയുന്നത് ഒരു കോൺട്രാക്ഷൻ സംഭവിക്കുന്നു എന്നാണ് പറയുന്നത്. ആ എഫക്റ്റിനെയാണ് ആ കോൺട്രാക്ഷനെയാണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ കോൺസിക്വൻസ് എന്ന് പറയുന്നത് അവർക്ക് ഓൾമോസ്റ്റ് ഇപ്പം നമ്മുടെ 4D 5D സീരീസിലൊക്കെ ഓൾമോസ്റ്റ് ദേ വിൽ ബി ഹാവിങ് സിമിലർ സൈസ്. നമ്മുടെ സിർക്കോണിയം ഹോഫ്മീനിയം ഒക്കെ ഉണ്ടല്ലോ, അതും ചോദിക്കാം ഇതും ചോദിക്കാം. അപ്പോൾ സിർക്കോണിയം ഹോഫ്മീനിയത്തിന് ഓൾമോസ്റ്റ് സെയിം സൈസ് ആണ്. അപ്പോൾ അവരുടെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് സെയിം ആയിരിക്കും. എന്താ മക്കളെ? അവരുടെ പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കും. അപ്പോൾ അവരെ സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിട്ടുള്ള പ്രോസസ്സാണ്. മനസ്സിലാവുന്നുണ്ടോ? there is a steady decrease of the atomic and ionic radii. ഇനി CH3NH2 is more basic than NH3 while C6H5NH2 is less basic than NH3. Explain. ഇതും ചോദിച്ചുള്ള ക്വസ്റ്റൻ ആണ്. അതായത് നമ്മുടെ അത് അലിഫാറ്റിക്കും അറോമാറ്റിക്കും ആണ്. അത് ഫസ്റ്റ് വൺ CH3NH2 എന്ന് പറയുന്നത് അലിഫാറ്റിക് അമീൻസ് ആണ്. അത് എന്താ പറയുക മോർ ബേസിക് ആണ് അമോണിയക്കാട്ടിലും. പക്ഷെ അറോമാറ്റിക് ആയിട്ടുള്ള അതായത് നമ്മുടെ അനിലിൻ എന്ന് പറയുന്നത് ലെസ് ബേസിക് ആണ്. അതിന്റെ എക്സ്പ്ലനേഷൻ ആണ് അവർ ചോദിച്ചിരിക്കുന്നത്. ഈ ക്വസ്റ്റനും ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. അമീൻസ് ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ എന്താ അതിന്റെ റീസൺ എന്ന് പറഞ്ഞേ മക്കളെ? അതിന്റെ റീസൺ എന്താ? വേഗം പറഞ്ഞേ. എന്തുകൊണ്ടാണ്? അതായത് അവർ പറയുന്നത് നമുക്ക് നമ്മുടെ അടുത്ത് CH3NH2 ഉണ്ട്, CH3NH2 ഉണ്ട്, പിന്നുള്ളത് ഏതായിരുന്നു? NH3 ഉണ്ട്, ആൻഡ് യു ഹാവ് യുവർ NH3 ഹിയർ. ഓക്കെ, പിന്നുള്ളത് C6H5NH2 ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് നമ്മുടെ അടുത്തുള്ളത്. C6H5 ആണ് കേട്ടോ, 5-ന്റെ ഡബിൾ ബോണ്ട് അല്ല, C6H5NH2 ഉണ്ട്. So this is aliphatic, this is ammonia, and that is aromatic aniline. Aromatic amine ആണ്, which is aniline. അപ്പോൾ എന്തുകൊണ്ടാണ് മക്കളെ? ഞാൻ എപ്പോഴും പറയാറുണ്ട് നിങ്ങൾക്ക് രണ്ട് തരത്തിൽ ഇത് പറയാം. ഒന്ന് പ്ലസ് ഐ എഫക്റ്റിനെ വെച്ചിട്ട് പറയാം. പ്ലസ് ഐ എഫക്റ്റ് ഇസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആണ്. അപ്പോൾ പ്ലസ് ഐ എഫക്റ്റ് കൂടുന്ന ഒരു കോമ്പൗണ്ട് ആണെങ്കിൽ, അല്ലെങ്കിൽ പ്ലസ് ഐ എഫക്റ്റ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോമ്പൗണ്ട് ആണെങ്കിൽ ഗ്രാജുവലി ആ കോമ്പൗണ്ട് എന്തായിരിക്കും? ബേസിസിറ്റി എന്ന് പറയുന്നത് കൂടുതലായിരിക്കും. പക്ഷേ ആസിഡ് എന്ന് പറയുമ്പോൾ അതിന് നേരെ ഓപ്പോസിറ്റ് ആണ്, മൈനസ് ഐ ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. സോ ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്താ നമുക്ക് വരുന്നത്? ദിസ് ഇസ് ആക്ച്വലി പ്ലസ് ഐ എഫക്ട്. ദേ ആർ പ്രൊവൈഡിങ് പ്ലസ് ഐ എഫക്ട്. പിന്നെ എപ്പോഴും ആലോചിക്കുക, ദിസ് C6H5 എന്ന് പറയുന്നത് ഫിനൈൽ ഗ്രൂപ്പ് ആണ്. ഫിനൈൽ ഗ്രൂപ്പ് ഈസ് ആക്ച്വലി മൈനസ് ഐ എഫക്ട്. സോ എന്താ സംഭവിക്കുന്നുണ്ടാവുക? അമോണിയയും നമ്മുടെ ഈ പെർട്ടിക്കുലർ അമോണിയയും നമ്മുടെ CH3NH2 നമ്മൾ നോക്കുമ്പോൾ മീഥൈൽ അമീനായിരിക്കും കൂടുതൽ ബേസിസിറ്റി ഉണ്ടാവുക ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദ പ്ലസ് ഐ എഫക്ട്. ഇനി ഇൻ ദ അതർ ഹാൻഡ് C6H5NH2 അമോണിയം നോക്കുമ്പോൾ C6H5NH2 ആയിരിക്കും ലെസ് ബേസിക് ഉണ്ടാവുക ഡ്യൂ ടു ദ മൈനസ് ഐ എഫക്ട്. അപ്പോൾ നമുക്ക് ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാം ഇത്. ഇനി അതല്ലെങ്കിൽ നമുക്ക് സ്ട്രക്ചർ വരച്ചിട്ട് വേണമെങ്കിൽ പറയാം. അതായത് C6H5 എന്ന് പറയുന്നത് ബെൻസീൻ റിംഗിലേക്ക് NH2 കൊടുക്കുകയാണ്. അപ്പോൾ ബെൻസീൻ റിംഗിലേക്ക് NH2 കൊടുക്കുമ്പോൾ ഈ നൈട്രജനും നമ്മുടെ കാർബൺ എന്ന് പറയുന്നത് sp2 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബൺ ആണ്. അപ്പോൾ sp2 ഹൈബ്രിഡൈസ്ഡ് ആയിട്ടുള്ള കാർബൺ എന്ന് പറയുന്നത് ആ ഒരു എന്താ പറയുക ലൈക് ലോൺ പെയേഴ്സിന്റെ ഒരു എബിലിറ്റി എന്ന് പറയുന്നത് ബേസിസിറ്റിനെ പ്രൊവൈഡ് ചെയ്യാൻ കുറവായിരിക്കും. ഓക്കെ, കാരണം കാർബൺ എന്ന് പറയുന്നത് നമ്മുടെ നൈട്രജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്ന കാർബൺ എന്ന് പറയുന്നത് sp2 കാർബൺ ആണ്. സോ അതിന്റെ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി കൂടുമ്പോൾ അത് കുറച്ചും കൂടി അതിന്റെ എബിലിറ്റി ഓഫ് ദി ബേസിസിറ്റി എന്ന് പറയുന്നത് കുറവായിരിക്കും. അങ്ങനെ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഏതെങ്കിലും ഒരു മെത്തേഡിൽ നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ മതി കേട്ടോ. യെസ് ഇൻഡക്റ്റീവ് എഫക്ട്, സ്റ്റെറിക് എഫക്ട് നോക്കണോ മെസ്സി? സ്റ്റെറിക് എഫക്റ്റിൽ വേണമെങ്കിലും നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് ഫസ്റ്റ് വേണമെങ്കിൽ സ്റ്റെറിക് എഫക്റ്റ് കുറവാണ്, ഇത് സ്റ്റെറിക് എഫക്റ്റ് കൂടുതലാണ്, അങ്ങനെയും എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോൾ പക്ഷേ ഏതെങ്കിലും ഒരു മെത്തേഡ് കറക്റ്റ് ആയിട്ട് നന്നായി പഠിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഓൾവേസ് പ്രിഫർ യു ടു എക്സ്പ്ലെയിൻ വിത്ത് പ്ലസ് ഐ എഫക്ട് ആൻഡ് മൈനസ് ഐ എഫക്ട്, എസിഡിറ്റിക്കും ബേസിസിറ്റിക്കും. മേ ബി അവർ 2 മാർക്സിലോ 3 മാർക്സിലോ കുറച്ചുകൂടി ഇലാബറേറ്റ് ആയിട്ടാണ് ചോദിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് 2 പോയിന്റ്സ് വേണമെങ്കിലും എഴുതാം. മനസ്സിലാവുന്നുണ്ടല്ലോ? നിങ്ങൾക്ക് എന്താണോ എന്ന് അറിയുന്നത് അത് എത്രത്തോളം ഭംഗിയായി നിങ്ങൾക്ക് ആ പേപ്പറിലേക്ക് എഴുതാൻ പറ്റുന്നു അവിടെയാണ് കാര്യം ഒരുക്കുന്നത്. മനസ്സിലായോ? നിങ്ങൾക്ക് കുറെ നോളജ് ഉണ്ട്. പ്ലസ് ഐ എഫക്റ്റിനെ കുറിച്ച് അറിയാം, മൈനസ് ഐ എഫക്റ്റിനെ കുറിച്ച് അറിയാം, നമുക്ക് സ്റ്റെറിക് ഹിൻഡ്രൻസിനെ കുറിച്ചിട്ട് അറിയാം, ഹൈബ്രിഡൈസ്ഡ് കാർബണിന്റെ റീസൺ അറിയാം. പക്ഷെ അത് കറക്റ്റായിട്ട് നമുക്ക് എഴുതാൻ പറ്റിയിട്ടില്ലെങ്കിൽ, നമ്മൾ കറക്റ്റായിട്ട് ആ പേപ്പറിലേക്ക് കൺവേ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്താണോ അറിയുന്നത് ഒരു 2 പോയിന്റ് ആണെങ്കിലും ആ കറക്റ്റ് പോയിന്റ് കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ എഴുതിയിട്ട് അടിയിൽ അണ്ടർലൈൻ ചെയ്യുക. ഓക്കെ, എന്തൊക്കെയാണോ ആവശ്യം അതുള്ളത് അണ്ടർലൈൻ ചെയ്യുക കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ എ ആൻഡ് ബി ഇൻ ദ ഫോളോയിങ് റിയാക്ഷൻ. ഇത് ഈതേഴ്സിന്റെ ആണ്. ഈതേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻസ് വരുന്നത്, ഈതേഴ്സിന്റെ റിയാക്ഷൻസിൽ വരുന്നതാണ് HI വെച്ചിട്ട്.
വാട്ട് ഈസ് മീൻ ബൈ ഹൈഡ്രോബറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ ഇല്ലുസ്ട്രേറ്റ് വിത്ത് ആൻ എക്സാമ്പിൾ. സോ ഈ രണ്ട് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ചെയ്യാൻ നോക്കിക്കേ മക്കളെ. ഹൈഡ്രോബറേഷൻ എന്നൊക്കെ ചോദിക്കുന്നതാണ് കോമൺ ആയിട്ട് ചോദിക്കുന്നത്. കാരണം ഹൈഡ്രോബറേഷൻ ഒരു ഓക്സിഡേഷൻ ആണ് നമുക്ക് എന്ത് വരുന്നത്, ആന്റി മാർക്കോനിക്കോസ് റൂൾ അഡീഷൻ വരുന്നത് കേട്ടോ. അപ്പോൾ അത് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. ആന്റി മാർക്കോനിക്കോസ് റൂളിന്റെ അഡീഷൻ ആണ് നമ്മൾ പഠിക്കുന്നത്. സോ നമ്മൾ അത് മറക്കാതിരിക്കാൻ ശ്രമിക്കാം മക്കളെ. ബാക്കി എല്ലാത്തിന്റെ അഡീഷനിലും നമ്മൾ ഒരുവിധം ഇപ്പോൾ ആൽക്കീൻസിലേക്ക് ആൽക്കഹോൾ ആഡ് ചെയ്യുന്ന അഡീഷൻ ഒക്കെ വി ആർ ഫോളോയിങ് മാർക്കോനിക്കോസ് റൂൾ. ഇവിടെയും ആൽക്കഹോൾസ് തന്നെ അഡീഷൻ ചെയ്യുന്നത്, പക്ഷേ ഇൻ ടേംസ് ഓഫ് ആന്റി മാർക്കോനിക്കോസ് റൂൾ ആണ്. സോ ഇത് ഒന്ന് ചെയ്യാൻ നോക്കിക്കേ. 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. ശ്രേയ ശ്രീകൃഷ്ണൻ, എന്തിനെ പേടിക്കുന്നേ? നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. ക്വസ്റ്റ്യൻസ് കിട്ടുന്നുണ്ടോ നോക്കുക. ഇത് കിട്ടുന്നില്ല എന്നാണെങ്കിൽ എവിടെയാണ് മിസ്റ്റേക്ക് വന്നതെന്ന് ആലോചിക്കുക. അത്രയേ ഉള്ളൂ. അല്ലാതെ പേടിച്ചിട്ട് നമുക്ക് ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ല. പേടിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉള്ളതും കൂടി പോവും. മനസ്സിലായോ? എക്സാക്ട്ലി വൃന്ദ, വെരി ഗുഡ് വെരി ഗുഡ് മക്കളെ. ഇവിടെ ബോണ്ട് ബ്രേക്ക് എന്ന് പറയുന്നത് ഇവിടെ ബോണ്ട് ബ്രേക്ക് എന്ന് പറയുന്നത് എപ്പോഴും ആലോചിക്കുക. ബോണ്ട് ബ്രേക്ക് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കും ഇവിടെ സംഭവിക്കുന്നത്, ഇവിടെയാണ് ബോണ്ട് ബ്രേക്ക് സംഭവിക്കുന്നത്. കാരണം ഇവിടെ എന്ന് പറയുന്നത് ലോൺ പെയേഴ്സ് ഉണ്ട്. ഈ ലോൺ പെയേഴ്സ് എന്ന് പറയുന്നത് ഒരു ബെൻസീൻ റിംഗ്, അതായത് ലോൺ പെയേഴ്സ് എന്ന് പറയുന്നത് റെസോണൻസ് കൊടുക്കുന്ന അറിയാം. ആ റെസോണൻസിന്റെ ഫലമായിട്ട് അവിടെ ഒരു പാർഷ്യൽ ആയിട്ടുള്ള ഡബിൾ ബോണ്ട് വരുന്നുണ്ട്, കാർബണും ഓക്സിജനും. ഈ കാർബണും ഓക്സിജന്റെ ഇടയിൽ പാർഷ്യൽ ആയിട്ടുള്ള ഡബിൾ ബോണ്ട് വരുന്നത്. ആ ഡബിൾ ബോണ്ട് ക്യാരക്ടേഴ്സ് വരുന്നത് കൊണ്ട് തന്നെ ബ്രേക്കിംഗ് ഓഫ് ദ ബോണ്ട് എന്ന് പറയുന്നത് എന്താണ്, ഇറ്റ്സ് നോട്ട് പോസിബിൾ മക്കളെ. സോ അതുകൊണ്ട് ഈ സൈഡ് ലൈനൊക്കെയാണ് നമ്മൾ ബോണ്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ടാവുക. അങ്ങനെ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് നമുക്ക് എന്താണ് കിട്ടുന്നുണ്ടാവുക, നമുക്ക് ഫിനോൾ ഗ്രൂപ്പ്. നമ്മൾ ഇന്നലെ ഇതിന്റെ വേറൊരു തരത്തിലുള്ള ക്വസ്റ്റ്യനാണ് ചെയ്തത്. ഇത് ആക്ച്വലി ഇന്നത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇഫ് ഐ എം നോട്ട് റോങ് ഇത് തേർഡ് ക്വസ്റ്റ്യനോ അല്ലെങ്കിൽ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ആയിട്ടായിരുന്നു വന്നിരുന്നത് സബ് ക്വസ്റ്റ്യൻസിൽ. ഇത് ആദ്യത്തിൽ വന്നു, അത്രേ ഉള്ളൂ. വേറെ ഒരു ഡിഫറൻസും ഇല്ല കേട്ടോ മക്കളെ. ഓക്കെ, നെക്സ്റ്റ് വൺ. വാട്ട് യു മീൻ ബൈ ഹൈഡ്രോബറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ? ഹൈഡ്രോബറേഷൻ ഓക്സിഡേഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് ബേസിക്കലി ദി പ്രിപ്പറേഷൻ ഓഫ് ദ ആൽക്കഹോൾ ഫ്രം ദി ആൽക്കീൻ ഇൻ ദ പ്രസൻസ് ഓഫ് B2H6 അല്ലെ. B2H6 നമ്മൾ ഇലക്ട്രോഫൈൽ ആയിട്ട് കൺസിഡർ ചെയ്തിട്ട് നമ്മുടെ ആൽക്കീൻസിലേക്ക് ആഡ് ചെയ്യുമ്പോൾ B2H6 വിൽ ബി കൺവേർട്ടഡ് ഇൻ ടു BH3. ഈ BH3യിലേക്കാണ് നമ്മൾ എന്ത് ആഡ് ചെയ്യുന്നത്, ഓരോ ഹൈഡ്രജൻ റീപ്ലേസ് ചെയ്യാണ് ചെയ്യുന്നത് അല്ലേ. അല്ലേ മക്കളെ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങൾക്ക്? അതിന്റെ ഇക്വേഷൻ എന്താ വരിക? അതിന്റെ ഇക്വേഷൻ എന്താ വരിക എന്ന് വേഗം ഒന്ന് നോട്ട് ചെയ്തേ. എന്താ ഇക്വേഷൻ വരിക എഴുതാൻ നോക്കിക്കേ. ഐ മീൻ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി എഴുതാൻ പറ്റുന്നുണ്ടോന്ന്. ഇതിലേക്ക് അഡീഷൻ നടന്ന് BH3 എല്ലാ ഹൈഡ്രജനും 3 ഹൈഡ്രജനും റീപ്ലേസ് ചെയ്ത് അതിന് പകരം എന്തായിരിക്കും, സിംഗിൾ ബോണ്ടഡ് ആയിട്ടുള്ള, അതായത് CH3 CH2 എന്നുള്ള രീതിക്ക് CH3 എന്നുള്ള രീതിയിലേക്ക് വരും. സോ 3 moles ഓഫ് ഇങ്ങനെയായിരിക്കും വരുന്നുണ്ടാവുക. 2 moles ഇങ്ങനെ ആന്റി മാർക്കോനിക്കോസ് റൂൾ വഴിയുള്ള അഡീഷണൽ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. മനസ്സിലാവുന്നുണ്ടോ മക്കൾക്ക്? മിസ് ഈ പറയുന്നത് മാത്രം പഠിച്ചു കഴിഞ്ഞാൽ ഫുൾ മാർക്ക് കിട്ടുമോ? എടാ വൃന്ദ, നമ്മൾ ഡബിൾ ബോണ്ടിൽ നിന്നാണ് നമ്മൾ ആൽക്കഹോൾ ഉണ്ടാക്കുന്നത് കേട്ടോ. ഫുൾ മാർക്ക് കിട്ടുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ, അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങാനും ഇത് വന്നിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങാനും ഫുൾ മാർക്ക് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്നെ പഞ്ഞിക്കിടില്ലേ പിള്ളേരെ. പക്ഷേ നമ്മുടെ കേരള സിലബസിൽ ഒരു പാറ്റേൺ ആണ് അവർ ഫോളോ ചെയ്യുന്നത്. അവർ അങ്ങനെ ഇങ്ങനെ എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അവർ തരത്തില്ല. അവർക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ സ്ട്രിക്ട്ലി ഫോളോ ചെയ്യുന്ന ഒരു സിലബസാണ് കേരള സിലബസ്. എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു നമ്മുടെ 11th 12th കെമിസ്ട്രി ഫിസിക്സ് ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ. സോ നിങ്ങൾ അത് ചെയ്യുമ്പോൾ ഒരു പാസ്റ്റ് ഇയറിൽ ഒരു 5 ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുമ്പോൾ ഒന്ന് നിങ്ങൾക്ക് കോൺഫിഡൻസ് ബൂസ്റ്റ് ആവും. രണ്ടാമത്തത് ഒരുപാട് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാനുള്ള ക്വസ്റ്റ്യൻസ് ഒരുപാടുണ്ട്. ഓക്കെ, ഹാഫ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് റിപ്പീറ്റഡ് ആവാനുള്ള ചാൻസസ് ആണ് ഇതുവരെ ഉള്ളതിൽ കണ്ടിട്ടുള്ളത്. എഗെയിൻ നമുക്ക് പറയാൻ പറ്റില്ല നിങ്ങളുടെ ലെക്ക് എന്നല്ല, പക്ഷെ നിങ്ങൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്താൽ മതി, നിങ്ങൾ പഠിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ മതി. അറ്റ്ലീസ്റ്റ് ഇതിൽ നോക്കി പോവാന്നാണ് ടീച്ചർ പറയുന്നത്. ഓക്കെ, ഇനി
Write the products in the following reaction. So you have HCHO within the concentrated NaOH. First reaction. Explain HVZ reaction explain ചെയ്യാൻ പറഞ്ഞിട്ട് HVZ ഒരുപാട് എന്തിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ബിക്കോസ് അത് ആൽക്കഹോളിൽ വരുന്നൊരു ആസിഡ്സിൽ വരുന്നൊരു ഇമ്പോർട്ടൻറ്റ് റിയാക്ഷൻ ആണ്. അത് ഒരുപാട് എണ്ണത്തിൽ ഞാൻ കൊടുത്തിട്ട് കണ്ടിട്ടുണ്ട്, ശ്രദ്ധിക്കുക കേട്ടോ. അതേപോലെ സജസ്റ്റ് സ്യൂട്ടബിൾ മെത്തേഡ് ഫോർ ദ ഫോളോയിങ് കൺവേർഷൻ. CH3 നിന്ന് CHO കൺവേർഷനും എല്ലാം കൂടി 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. അതായത് അത് ഇത് എനിക്കൊന്ന് കുറച്ച് ഓൾഡ് ക്വസ്റ്റ്യൻ പേപ്പറാണ് തോന്നുന്നു. അപ്പോൾ അതിലാണ് ഈ 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത്. എല്ലാത്തിലും 2 മാർക്കാണ് ക്യാരി ചെയ്യുന്നത്. ചെയ്യാൻ നോക്കിക്കേ മക്കളെ, ഒന്ന് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തേ. യെസ് 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 പറയുന്നത് കറക്റ്റ് ആൻസർ, കറക്റ്റ് ആൻസർ. യെസ് യെസ് യെസ്. Now HCHO മക്കളെ, HCHO അതേപോലെ ബെൻസാൽഡിഹൈഡ് ഒക്കെ തരുവാണെങ്കിൽ, നമുക്ക് ബെൻസാൽഡിഹൈഡ് അല്ലെങ്കിൽ HCHO ഒക്കെ തരുവാണെങ്കിൽ പ്രോബബിളി അതൊന്നും ആൽഫ ഹൈഡ്രജൻ ഇല്ലാത്തതാണ്. അപ്പോൾ അങ്ങനത്തെ റിയാക്ഷൻസ് ഒക്കെയാണ് നമ്മൾ എന്ത് പറയുന്നത്, അങ്ങനത്തെ റിയാക്ഷൻസിനാണ് എന്തെന്ന് പറയുന്നത്, ഇഫ് ദർ ഇസ് നോ ബെൻസാൽഡിഹൈഡ്, ഇഫ് ദർ ഇസ് നോ ആൽഫ ഹൈഡ്രജൻ ആൻഡ് ദ അഡീഷൻ ഇസ് ഹാപ്പനിങ് ആസ് എ റിസൾട്ട് ഓഫ് ദ അഡീഷൻ ദ കോൺസെൻട്രേറ്റഡ് NaOH, വാട്ട് വിൽ ബി ഹാപ്പനിങ് മൈ ഡിയർ സ്റ്റുഡൻസ്? എന്ത് റിയാക്ഷനാണ് അത്? ഫസ്റ്റ് വൺ എന്ത് റിയാക്ഷനാണ് കിട്ടുന്നത്? നമുക്ക് എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക? ആലോചിച്ച് പറഞ്ഞേ. കാനിസാരോ റിയാക്ഷൻസ് ആണ് അല്ലെ? കാനിസാരോ റിയാക്ഷൻസ് ആണ് നമുക്ക് കിട്ടുന്നത്. കാനിസാരോ റിയാക്ഷൻസ് ആണ് കേട്ടോ. ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻ ഓഫ് ദി ആൽഡിഹൈഡ് ആണ് കാനിസാരോ റിയാക്ഷൻസ് ആണ്. വാട്ട് ഈസ് എ പ്രോഡക്റ്റ് ഹിയർ? വി വിൽ ബി ഗെറ്റിംഗ് ROH ആൽക്കഹോൾ കിട്ടും. പിന്നെ അതേപോലെ കാർബോക്സിലിക് ആസിഡിന്റെ ഒരു സോൾട്ടും നമുക്ക് കിട്ടും. അതിലേക്ക് ഹൈഡ്രജൻ ആഡ് ചെയ്യുമ്പോഴാണ് കാർബോക്സിലിക് ആസിഡ് നമുക്ക് വരുന്നത്. എക്സ്പ്ലെയിൻ Wallah സെലൻസ്കി റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ആൽഫ, അതായത് ഹൈഡ്രജൻ അല്ല, നമ്മുടെ എന്താ പറയാ, ഈ പെർട്ടിക്കുലർ ആസിഡ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് X2 റെഡ് ഫോസ്ഫറസിന്റെ പ്രസൻസിൽ ഹീറ്റ് നമ്മുടെ റിയാക്ഷൻ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ആൽഫ ഹൈഡ്രജൻ എന്ന് പറയുന്നത് റീപ്ലേസ് ചെയ്തിട്ട് അവിടേക്ക് ഹാലോജൻ ഗ്രൂപ്പ് ആഡ് ചെയ്യാണ്. ആ പെർട്ടിക്കുലർ റിയാക്ഷനാണ് എന്ത് പറയുന്നത്? HVZ റിയാക്ഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ നമുക്ക് ടൊളുവിൻ തന്നിട്ടുണ്ട്. ഈ ടൊളുവിന് വി ഹാവ് ടു കൺവേർട്ട് ഇൻ ടു ദി പെർട്ടിക്കുലർ ബെൻസോയിക് ആസിഡിലേക്ക്, അല്ല ആൽഡിഹൈഡ് ആണ് മക്കളെ, ആസിഡ് അല്ല, ബെൻസാൽഡിഹൈഡ്. എങ്ങനെ ചെയ്യാൻ പറ്റും? നമുക്കിത് ഈ റിയാക്ഷൻ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. CrO2Cl2 ഇൻ ദ പ്രസൻസ് ഓഫ് NaOH. NaOHൽ CrO2Cl2 ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബൈ യൂസിങ് ദി റിയാക്ഷൻ വി ക്യാൻ കൺവേർട്ട് ഇൻ ടു ദി പെർട്ടിക്കുലർ CHO ഫോളോഡ് ബൈ ദി H3O+ന്റെ അഡീഷൻ കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പെർട്ടിക്കുലർ കൺവേർഷൻസ് നടത്താൻ പറ്റും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മിക്സ്ചർ ഓഫ് A and B form in ideal solution. Draw the vapor pressure composition curve for the solution. അതായത് എയും ബിയും തന്നിട്ടുണ്ട്. നമുക്ക് A എന്ന് പറയുന്നതും B എന്ന് പറയുന്നതും തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ Chi1 എന്ന് പറയുന്നത്, അല്ലെങ്കിൽ 1ഉം 2ഉം എന്ന് പറയുന്ന 2 ലിക്വിഡ്സ് തന്നിട്ടുണ്ട്. ഈ 1ഉം 2ഉം പറഞ്ഞ ലിക്വിഡ്സിൽ നിന്ന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? വി ഹാവ് ടു പ്രിപ്പയർ ദ കർവ് ഫോർ ദി ഐഡിയൽ സൊല്യൂഷൻ. ഓക്കെ, ഇങ്ങനെ നമുക്കറിയാലോ, ഞാനത് സൊല്യൂഷൻ്റെ സമയത്ത് പറഞ്ഞിരുന്നു. എക്സ് ആക്സിസിൽ ഞാൻ മോൾ ഫ്രാക്ഷൻ ആയിട്ട് എടുത്തു, വൈ ആക്സിസിൽ ഞാൻ വേപ്പർ പ്രഷർ ആയിട്ട് എടുത്തു. എക്സ് ആക്സിസിൽ മോൾ ഫ്രാക്ഷൻ ആയിട്ട് എടുക്കുന്നത് ഞാൻ ആദ്യം സ്റ്റാർട്ട് ചെയ്യാണ്. വെൻ ദ മോൾ ഫ്രാക്ഷൻ ഓഫ് ദ X2 സ്റ്റാർട്ടഡ് ഫ്രം 0 ആൻഡ് ഇറ്റ് ഇസ് ഗോയിങ് ടു X2 is equal to 1. X2 1 ആകുമ്പോൾ ഉണ്ടായിരുന്ന വേപ്പർ പ്രഷർ ആണ് എന്തെന്ന് പറയുന്നത്? P02 എന്ന് പറയുന്നത്. അതേപോലെ X1 0 സ്റ്റാർട്ട് ചെയ്ത് X1 equal to 1 ആകുമ്പോഴുള്ള വേപ്പർ പ്രഷർ ആണ് എന്തെന്ന് പറയുന്നത്? P1 എന്ന് പറയുന്നത്, P10 എന്ന് പറയുന്നത്. ഇനി ആ 2 ലൈനും കൂടിയിട്ട് ഞാൻ എന്താ പറയുക ജോയിൻ ചെയ്തിട്ട് ടോട്ടൽ വേപ്പർ പ്രഷർ എന്ന് പറയുന്നതായിരിക്കും ഈ ഒരു പെർട്ടിക്കുലർ ലൈൻ എന്ന് പറയുന്നത്, വിച്ച് ഈസ് ഈക്വൽ ടു P1 + P2. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? വിച്ച് ഈസ് ഈക്വൽ ടു P1 + P2. ഓക്കെ സ്റ്റീഫൻ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ചെയ്തേ മക്കളെ. Account for the following. Zirconium and hafnium have identical radii. Transition metals are very good catalysts. Calculate the spin-only magnetic moment of M2 plus ion is equal to 27. Z is equal to 27. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. ഇതൊന്ന് ചെയ്തേ മക്കളെ. വേഗം ചെയ്തതൊന്ന് വെള്ളം കുടിച്ചിട്ട് വരെ ഒരു 5 മിനിറ്റ്. ഇപ്പം സ്റ്റാർട്ട്സ് ബൈ
5:30 കേട്ടോ. ഇച്ചിരി വെള്ളം കുടിച്ചിട്ട് വരെ, തൊണ്ട വല്ലാതെ ഡ്രൈ ആവുന്നുണ്ട്. തൊണ്ട വല്ലാതെ ഡ്രൈ ആയിരുന്നു മക്കളെ, അതുകൊണ്ടാണ്. ശ്രദ്ധിച്ച് 5:30 ശ്രദ്ധിക്കുക. Account for the following: zirconium and hafnium have identical radii. ഇതും ഡി ആൻഡ് എഫിൽ വരുന്ന ക്വസ്റ്റൻ ആണ് കേട്ടോ. ഡി ആൻഡ് എഫിൽ ബ്ലോക്സിൽ യൂഷ്വലി നമ്മുടെ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ ചോദിക്കും, സിർക്കോണിയം ആൻഡ് ഹഫ്മീനിയത്തിലെ ക്വസ്റ്റൻ ചോദിക്കും, അതേപോലെ മാഗ്നറ്റിക് മൊമെന്റം കാണാൻ ചോദിക്കാറുണ്ട്. പിന്നെ വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് എന്തിനാണെന്ന് ചോദിക്കാറുണ്ട്, എന്തുകൊണ്ടാണെന്ന് ചോദിക്കാറുണ്ട്. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അതായത് എനർജി ഡിഫറൻസ് ഉള്ളതുണ്ടല്ലോ, അതൊക്കെയാണ് യൂഷ്വലി ചോദിക്കാറുള്ള ക്വസ്റ്റൻസ് എന്ന് പറയുന്നത്. അങ്ങനത്തെ ക്വസ്റ്റൻസ് ആണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് സിർക്കോണിയം ആൻഡ് ഹഫ്മീനിയം ഹാവ് ഐഡന്റിക്കൽ റേഡിയേ. എന്തുകൊണ്ടാണ് സിർക്കോണിയത്തിനും ഹോഫ്മീനിയത്തിനും ഐഡന്റിക്കൽ റേഡിയേ ഉണ്ട് എന്ന് പറയുന്നത്? ഡ്യൂ ടു ദിസ് പെർട്ടിക്കുലർ ലാന്തനോയിഡ് കോൺട്രാക്ഷൻ അല്ലെ. 4f ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഫുള്ളി ഫിൽഡ് ആയതുകൊണ്ട് തന്നെ അതിന്റെ ഫലമായിട്ടുള്ള പുവർ ഷീൽഡിംഗ് എഫക്റ്റ് കൊണ്ടാണ് അതിന്റെ സൈസ് എന്ന് പറയുന്നത് കുറയുന്നത്. ഫസ്റ്റ് ക്വസ്റ്റൻ ആൻസർ. രണ്ടാമത്തെ ക്വസ്റ്റൻ, ട്രാൻസിഷൻ മെറ്റൽസ് ആർ വെരി ഗുഡ് കാറ്റലിസ്റ്റ്. എന്തുകൊണ്ടാണ് അവർ വെരി ഗുഡ് കാറ്റലിസ്റ്റ് ആവുന്ന ട്രാൻസിഷൻ മെറ്റൽസ്? ബിക്കോസ് ദേ ഹാവ് വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. വേരിയബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആകുമ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? ഒരു ഓൾട്ടർനേറ്റീവ് പാത്ത് വേ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ട്. റിയാക്ഷൻസ് അണ്ടർഗോ ചെയ്യാൻ വേണ്ടി ദേ ക്യാൻ ഫൈൻഡ് ഔട്ട് ദ ഓൾട്ടർനേറ്റീവ് പാത്ത് വേ, ആൻഡ് that is the reason why they have variable, I mean they are told us, or they are called as a very good catalyst. Any calculate the spin only magnetic moment of M2 plus ion when it is 27. മക്കളെ 27 എന്ന് പറയുമ്പോൾ അതിന്റെ ഡി ഓർബിറ്റൽ എത്ര ഇലക്ട്രോൺസ് ഉണ്ടാവുന്ന? 27 - 2 - 18 അല്ലെ. 27 - 2 എന്ന് പറയുന്നത് 25 ആണ്. 25 - 18 എന്ന് പറയുമ്പോൾ 19, 20, 21, 22, 23. 19, 20, 21, 22, 23, 24, 25. എത്ര വരുന്നുണ്ടാവുക മക്കളെ? പറഞ്ഞ എത്ര വരുന്നുണ്ടാവുക? പറഞ്ഞേ. എവിടെ ഡി ട്രാൻസിഷൻ? യെസ്, ഇത് എത്ര വരുന്നുണ്ടാവുക?
അല്ലെ? ഇത് എത്ര വരുന്നുണ്ടാവുക? 27 - 18 എന്ന് പറയുമ്പോൾ 7 ആണ്. ഡി എന്ന് പറയുന്നത് 7 ആണ്. അപ്പൊ നമ്മളിത് ചെയ്യുമ്പോൾ അൺപെയ്ഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് റൂട്ട് ഓഫ് n into n plus 2, റൂട്ട് ഓഫ് 3 into 3 plus 2, റൂട്ട് 15 3 almost equal to 3.8 BM. ഓക്കെ, ക്ലിയർ ആണല്ലോ? എക്സ്പ്ലെയിൻ ദ ഫോളോയിങ് റിയാക്ഷൻ. റിമൺ-ടിമൺ റിയാക്ഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വില്യംസൺ സിന്തസിസും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ചെയ്തേ. റിമൺ-ടിമൺ റിയാക്ഷൻസ് എന്താണ്? റിമൺ-ടിമൺ റിയാക്ഷൻസ് എന്ന് പറയുന്നത് റിമൺ-ടിമൺ റിയാക്ഷൻസ് അതേപോലെ വില്യംസൺ സിന്തസിസും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഫിനോൾ ഇൻ ദ പ്രസൻസ് ഓഫ് ക്ലോറോഫോം ഫോളോഡ് ബൈ ദ NaOH ചെയ്തിട്ട് നമുക്ക് സാലിസിലിക് ആൽഡിഹൈഡ് കിട്ടുന്നതാണ് എന്തെന്ന് പറയുന്നത്? റിമൺ-ടിമൺ റിയാക്ഷൻ എന്ന് പറയുന്നത്. വില്യംസൺ സിന്തസിസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? ഈതേഴ്സിന്റെ സിന്തസിസ് ആയിരുന്നു അല്ലെ? ആൽക്കൈൽ ഹൈലൈഡിൽ നിന്ന് നമ്മളൊരു ആൽക്കൈൽ സോഡിയം RNO എന്ന് പറയുന്നത് സോഡിയം ആൽക്കോക്സൈഡ് എന്ന് പറയുന്നത് നമ്മൾ ആഡ് ചെയ്യുമ്പോൾ വി വിൽ ബി ഗെറ്റിംഗ് ദി പെർട്ടിക്കുലർ ഈതർ അല്ലേ? ഇൻ ദ പ്രസൻസ് ഓഫ് ഡ്രൈ ഈതർ. ആണോ? അതാണ് എന്തെന്ന് പറയുന്നത്? റിമൺ-ടിമൺ റിയാക്ഷനും വില്യംസൺ സിന്തസിസ് എന്ന് പറയുന്നത്. വില്യംസൺ സിന്തസിസ് എന്ന് പറയുന്നത് RX ഇൻ ദ പ്രസൻസ് ഓഫ് RONA ഇൻ ദ പ്രസൻസ് ഓഫ് ദി ഡ്രൈ ഈതർ വി വിൽ ബി ഗെറ്റിംഗ് അല്ല, ഇതാണ് വില്യംസൺ സിന്തസിസ് എന്ന് പറയുന്നത്. റിമൺ-ടിമൺ എന്ന് പറയുന്നത് നമുക്ക് ഫിനോൾ ഇൻ ദ പ്രസൻസ് ഓഫ് CHCl3 NaOH we will be getting salicylic aldehyde അല്ലേ? നെക്സ്റ്റ് റിയാക്ഷൻ ആണിത്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. നിങ്ങൾക്ക് റിമൺ-ടിമൺ റിയാക്ഷൻസ് ഉണ്ടായിരിക്കും, അതേപോലെ എന്താ പറയുക കോബ്സ് റിയാക്ഷൻ ഉണ്ടായിരിക്കും. അതൊക്കെ ഭയങ്കര ബേസിക് ആയിട്ടുള്ളതാണ്. സാൻമേർ റിയാക്ഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്, ഗാറ്റോമൻ റിയാക്ഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതൊക്കെ പഠിച്ചിട്ട് പോകാട്ടെ മക്കളെ. ഓക്കെ, യെസ്. ഓക്കെ, next reaction is the test to distinguish the propanol and the propanone. Propanol എന്ന് പറയുന്നത് ആൽഡിഹൈഡ് ആണ്. propanone എന്ന് പറയുന്നത് എന്താണ്? This is your aldehyde CHO group and this is your ketone group. അതിനെ ടെസ്റ്റ് ചെയ്താൽ മക്കൾ ഇതിൽ ടോളറൻസ് ടെസ്റ്റ് ആണോ, ലൂക്കാസ് ടെസ്റ്റ് ആണോ, ഹൈസൻബർഗ് ടെസ്റ്റ് ആണോ, ബ്രോമിൻ വാട്ടർ ടെസ്റ്റ് ആണോ? ഇറ്റ് ഇസ് ടോളറൻസ് ടെസ്റ്റ്. ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? അമോണിക്കൽ സിൽവർ നൈട്രേറ്റ് ഫ്രഷ്ലി പ്രിപ്പയർഡ് ആയിട്ടുള്ള അമോണിക്കൽ സിൽവർ നൈട്രേറ്റിലേക്ക് നമ്മൾ ആൽഡിഹൈഡിന്റെ പ്രസൻസ് ആണെങ്കിൽ വി വിൽ ഗെറ്റ് സിൽവർ മിററിംഗ്, റൈറ്റ്? അതായിരുന്നു എന്ത് പറയുന്നത്? ടോളറൻസ് ടെസ്റ്റ് എന്ന് പറയുന്നത്. which is more reactive to the nucleophilic addition reaction CH3CHO or ഇത് ശ്രദ്ധിക്കട്ടെ, CH3CHO or C6H5CHO means നമ്മുടെ മെത്തനാളും ഉണ്ട്, അതേപോലെ ബെൻസൈൽ ആൽഡിഹൈഡ് ആണ്. C6H5CHO പറയുന്നത് ബെൻസൈൽ ആൽഡിഹൈഡ് ആണ്. ഏതായിരിക്കും കൂടുതൽ റിയാക്ടിവിറ്റി എന്നാണ് പറയുന്നത്? ഗിവ് റീസൺ. 2 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ് കേട്ടോ മക്കളെ, 2 മാർക്കിന്റെ ക്വസ്റ്റൻ ആണ്. ഇത് ശ്രദ്ധിക്കുക. ഇത് വേറെ എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം. നമ്മുടെ ആൽഡിഹൈഡിൽ എങ്ങനെ വേണമെങ്കിലും ഈ ക്വസ്റ്റ്യൻ ചോദിക്കാം. C=H ഇതാണ് ആൽഡിഹൈഡ് എന്ന് പറയുന്നത്. ഇനി തന്നിരിക്കുന്ന C6H5 എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. സോ എന്തുകൊണ്ടാണ് ഇതിൽ ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആരായിരിക്കും ഏറ്റവും കൂടുതൽ റിയാക്റ്റീവ് ആയിട്ട് വരിക? ഇയാളായിരിക്കും ഏറ്റവും കുറവ് റിയാക്റ്റീവ് എന്ന് പറയുന്നത് ബെൻസാൽഡിഹൈഡ് ആയിരിക്കും. അതിന്റെ റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മക്കളെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഈ കാർബൺ ഡബിൾ ബോണ്ട് കാർബണിലേക്ക് അഡീഷൻ നടക്കുമ്പോൾ, അതായത് ന്യൂക്ലിയോഫിലിക് അഡീഷൻ നടക്കുമ്പോൾ കാർബൺ ഡബിൾ ബോണ്ട് കാർബണിന്റെ പെക്യുലാരിറ്റി എങ്ങനെ ആവണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഡബിൾ ബോണ്ട് കാർബണിലേക്ക് ഒരു ബോണ്ട് ഷിഫ്റ്റ് ചെയ്തിട്ട് ഇവിടെ ഡെൽറ്റ നെഗറ്റീവ് എന്നും ഇവിടെ ഡെൽറ്റ പോസിറ്റീവ് എന്നാണ് വേണ്ടത്. അപ്പോൾ ഇത് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? ഇലക്ട്രോഫൈൽ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അപ്പോഴാണ് ഒരു ന്യൂക്ലിയോഫൈൽ വരുമ്പോൾ, ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഒരാൾ വരുമ്പോൾ വന്നോളൂ എന്ന് പറഞ്ഞ് സ്വീകരിക്കുള്ളൂ. പക്ഷെ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഓൾറെഡി ബെൻസീൻ റിംഗ് ഉള്ളതുകൊണ്ട് തന്നെ ഈ കാർബൺ എന്ന് പറയുന്നത് ലെസ് ഇലക്ട്രോഫൈൽ ആണ് അല്ലെ? ഈ കാർബണിലേക്ക് ബെൻസിൻ റിംഗിന് നമ്മുടെ എന്താ പറയാ ഇലക്ട്രോൺ പെയർസിനെ കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആ പെർട്ടിക്കുലർ കാർബൺ എന്ന് പറയുന്നത് ലെസ് ഇലക്ട്രോഫൈൽ ആണ്. അപ്പോൾ അത് ന്യൂക്ലിയോഫിലിറ്റിയാണ് അവിടെ കൂടുന്നത് C6H5 പ്രസൻസിൽ. ഇറ്റ്സ് ലെസ് റിയാക്റ്റീവ് ബിക്കോസ് ഓഫ് ദ ലെസ് ഇലക്ട്രോഫിലിറ്റി ഓഫ് ദ കാർബണൈൽ കാർബണിന്റെ ഇലക്ട്രോഫിലിറ്റി കമ്മിയാവുക ചെയ്യുന്നത്, അത് കൂടാണ് വേണ്ടത്. ആൻഡ് അതിന്റെ റീസൺ കൊണ്ടാണ് എന്തെന്ന് പറയുന്നത് ഇത് ലെസ് റിയാക്റ്റീവ് ആയിട്ട് മാറുന്നത്. നേരെ പക്ഷേ ഇവിടെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഇലക്ട്രോഫിലിറ്റി ഉണ്ട്. ക്ലിയർ ആണല്ലോ മക്കളെ? അയ്യോ ഒരു മിനിറ്റ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാ പറഞ്ഞേ. ഒരു മിനിറ്റ്. ഇതും എല്ലാം മാച്ചേക്ക് ഞാൻ തിരിച്ചാ പറഞ്ഞേ. സോറി. അതായത്
മക്കളെ ശ്രദ്ധിക്കാം, CH3 C double bond OH C6H5 C double bond OH അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് പറഞ്ഞാൽ ശ്രദ്ധിക്കാം. CH3 CH double bond OH പറയുന്നത് ഇതെന്ന് പറയുന്നത് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടാ പറഞ്ഞ ഇലക്ട്രോൺ ഗിവിംഗ് ഗ്രൂപ്പാണ്. ഇത് ഇലക്ട്രോൺ ഡൊണേറ്റിംഗ് ആ. ഇതെന്ന് പറയുന്നത് ഇലക്ട്രോൺ എടുക്കുന്ന ഗ്രൂപ്പാണ്. അപ്പൊ among this particular one, which one is more reactive towards the nucleophilic substitution reaction എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് മോർ റിയാക്റ്റീവ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്, അല്ലേ മക്കളെ? ഏതായിരിക്കും കൂടുതൽ, വിച്ച് വൺ ഇസ് മോർ റിയാക്റ്റീവ് ടുവേർഡ്സ് ദി ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ന്യൂക്ലിയോഫിലിക് അഡീഷൻ റിയാക്ഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. CH3CH2 ആണ്, C6H5 ആണ്. ഇതായിരിക്കും ഏറ്റവും കൂടുതൽ റിയാക്ഷൻ വരിക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെസ് ഇലക്ട്രോഫിലിസിറ്റി ഓഫ് ദിസ് പെർട്ടിക്കുലർ കാർബണൈൽ കാർബൺ. ഇനി അത് മാത്രമല്ല, നമുക്ക് ഇങ്ങനെയും പറയാം, അതായത് ഫിനൈൽ ഗ്രൂപ്പിൽ എന്ന് പറയുന്നത് ബൾക്കി ഗ്രൂപ്പാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതിന്റെ റീസണും കൊണ്ടും എന്താണ് ഈ പെർട്ടിക്കുലർ വൺ ആണ് ലെസ് റിയാക്റ്റീവ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ലിസ്റ്റ് ദ വേരിയസ് സ്ട്രക്ചറൽ ഐസോമറിസം പോസിബിൾ ഫോർ ദി കോർഡിനേഷൻ കോമ്പൗണ്ട്. കോർഡിനേഷൻ കോമ്പൗണ്ട്സിൽ പോസിബിൾ ആയിട്ടുള്ള ഏതൊക്കെ സ്ട്രക്ചറൽ ഐസോമറിസം ഉള്ളത്? ലിങ്കേജ് ഐസോമറിസം, അയോണൈസേഷൻ ഐസോമറിസം, അല്ലെ അയോണൈസേഷൻ ഐസോമറിസം, ലിങ്കേജ് ഐസോമറിസം, സോൾവേറ്റ് നമ്മുടെ വാട്ടർ വരുമ്പോൾ ഉള്ളത്, അതേപോലെ കോർഡിനേഷൻ ഐസോമറിസം. ഇതൊക്കെ എന്തിന്റെ ഐസോമറിസം ആണ് മക്കളെ? നമ്മുടെ കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ ഐസോമറിസം ആണ് കേട്ടോ. കോർഡിനേഷൻ കോമ്പൗണ്ട്സിന്റെ CH3CH തന്നെ. Yes, Vrinda. Okay, next one is FeCH2 6.3 plus is strongly paramagnetic, whereas FeCN6 3- is weakly paramagnetic. മക്കളെ ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ H2O6 ആണ്. ഇത് ഈ ക്വസ്റ്റ്യൻ ഒരുപാട് ടൈം ഞാൻ ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ. FeH2O6 ടൈംസ് എന്ന് പറയുന്നത് വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. H2O എന്ന് പറയുന്നത് ഇറ്റ്സ് ഇൻ ദ പ്രസൻസ് ഓഫ് ദ വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. ഇതെന്ന് പറയുന്നത് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. എന്നാൽ ഇതെന്ന് പറയുന്നത് ഒന്ന് പറയുന്നത് വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്, ഒന്നെന്ന് പറയുന്നത് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്. വീക്ക് ഫീൽഡ് ലിഗാൻഡും സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡും ആകുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുക, വീക്ക് ഫീൽഡ് ലിഗാൻഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അതിന്റെ പെയറിംഗ് എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഓക്കെ, പെയറിംഗ് എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പോൾ അവരുടെ നമ്പർ ഓഫ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് അൺപെയർഡ് ആയിട്ട് ഇലക്ട്രോൺസ് എന്തായിരിക്കും, കൂടുതലായിരിക്കും. ബിക്കോസ് അവർക്ക് മേലേക്ക് പോകാനുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. നമ്മുടെ സ്പ്ലിറ്റിംഗ് എനർജി എന്ന് പറയുന്നത് കുറവായിരിക്കും, മേലേക്ക് പോകാനുള്ള ഒരു സിറ്റുവേഷൻ ഉള്ളതുകൊണ്ട് തന്നെ അവിടെ പെയറിംഗ് പോസിബിൾ അല്ല. ഓക്കെ, നെക്സ്റ്റ് വൺ ഇവിടെ എന്താ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ് CN എന്ന് പറയുന്നത്. അപ്പോൾ അവരുടെ ഡെൽറ്റ സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് ഒരുപാട് ഹൈ ആയിരിക്കും. അപ്പോൾ പെയറിംഗ് എന്ന് പറയുന്നത് എന്താണ്, പോസിബിൾ ആണ്. സോ വാട്ട് ഈസ് ഹാപ്പനിങ് ഹിയർ ഈസ് പെയറിംഗ് പോസിബിൾ അല്ലാത്തതുകൊണ്ട് ഇവിടെ എന്തായിരിക്കും, കൂടുതൽ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടായിരിക്കും, പാരാമാഗ്നറ്റിക് ആയിരിക്കും. ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും, കുറവായിരിക്കും അൺപെയർഡ് ഇലക്ട്രോൺസ്, ഒന്ന് മാത്രമേ ഇതിലുണ്ടാവുള്ളൂ. അതുകൊണ്ടാണ് അത് വീക്ക്ലി പാരാമാഗ്നറ്റിക് ആയത്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഏത് എക്സ്പ്ലെയിൻ ചെയ്യാനാ പറഞ്ഞേ? ഏത് എക്സ്പ്ലെയിൻ ചെയ്യാനാ പറഞ്ഞേ? എനിക്ക് നിങ്ങളുടെ ചാറ്റ് കിട്ടുന്നില്ല, ഒരു മിനിറ്റ് ടീച്ചർ ഒന്ന് റിഫ്രഷ് ചെയ്യട്ടെ. ഇതാണ് പാരാമാഗ്നറ്റിക്കോ. ഓക്കെ, പാരാമാഗ്നറ്റിക് ആണ്. ഒരു മിനിറ്റ്. ഓക്കെ ഒരു മിനിറ്റ്. അതായത് ലിസൺ കെയർഫുള്ളി.
എഫ് എന്ന് പറയുന്നത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ് കേട്ടോ. ഇവിടെ അറിയാലോ ഇത് 0 ആണ്, ഇത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും. എഫ് എന്ന് പറയുന്നത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആകുമ്പോൾ നമ്പർ ഓഫ് ബാലൻസ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? അയോൺ എന്ന് പറയുന്നത് 26 ആണ്. 26 - 3 = 23, 23 - 18, 19, 20, 21, 22, 23, 5 ആയിരിക്കും. വിച്ച് മീൻസ് 1, 2, 3, 4, 5. D5 5 ആയിരിക്കും. നമ്മളിനി ചോദിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതെന്ന് പറയുന്നത് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആണ്, വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്, പെയറിംഗ് നടക്കുമെന്നാണ് ചോദിക്കുന്നത്. ഇതെന്ന് പറയുന്നത് വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. അപ്പോൾ പെയറിംഗ് എന്ന് പറയുന്നത് പോസിബിൾ അല്ല. പെയറിംഗ് എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഇപ്പൊ എന്താ സംഭവിക്കുക ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ട് തന്നെ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് എന്ന് പറഞ്ഞാൽ 5 ആണ്. ഇനി FeCN63- എന്ന് പറയുന്നതാണെങ്കിൽ FeCN63- Fe is equal to in the oxidation state of +3. Fe എന്ന് പറയുന്നത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. അപ്പോൾ Fe ഓക്സിഡേഷൻ സ്റ്റേറ്റ് +3, D5 എന്ന് പറയുന്നതിലേക്ക് 1, 2, 3, 4, 5 ഇതിൽ പെയറിംഗ് നടക്കുകയാണ്. പെയറിംഗ് നടക്കുക എന്ന് പറയുമ്പോൾ ഇങ്ങനെയായിരിക്കും പെയറിംഗ് നടക്കുക. അപ്പോൾ നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് is equal to 1. സോ വെൻ ദെൻ അൺപെയർഡ് ഇലക്ട്രോൺസ് കൂടുതലാണെങ്കിൽ പാറകളായിരിക്കും അല്ലേ. അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്, പെയർ ഇല്ലാത്തവരാണെങ്കിൽ അവർ പാറകൾ വരും. അൺപെയർഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് എന്തിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്? പാരാമാഗ്നറ്റിക്കിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. എന്തിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്? പാരാമാഗ്നറ്റിക് നേച്ചറിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. പെയർഡ് ഇലക്ട്രോൺസ് ആണെങ്കിൽ എന്തിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്? പെയർഡ് ഇലക്ട്രോൺസ് എന്ന് പറയുന്നത് ഡയാമാഗ്നറ്റിക്കിനെ ഡിനോട്ട് ചെയ്യുന്നതാണ്. സോ ഇവിടെ രണ്ടും അൺപെയർഡ് തന്നെയാണ്, പക്ഷെ അൺപെയർഡ് ഇലക്ട്രോൺസ് കൂടുതലുള്ളത് ആർക്കാണ്? ഇവിടെയാണ്. സോ ദിസ് വിൽ ബി മോർ പാരാമാഗ്നറ്റിക് ആൻഡ് ദിസ് വിൽ ബി ലെസ് പാരാമാഗ്നറ്റിക്. മനസ്സിലായോ മക്കളെ? മനസ്സിലായോ? കിട്ടിയോ ഇപ്പോ? ഓക്കെ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ വിൽ യു പ്രിപ്പയർ ബെൻസാൽഡിഹൈഡ് ഫ്രം ദ ഫോളോയിങ്? ബെൻസാൽഡിഹൈഡ് ആണ് നമുക്ക് ടോളുവിൽ നിന്നും ബെൻസീനിൽ നിന്നും ബെൻസോൾ ക്ലോറൈഡിൽ നിന്നും ചെയ്യുന്നത്. എങ്ങനെ നമ്മൾ പ്രിപ്പയർ ചെയ്യും മക്കളെ? ഹൗ വിൽ യു പ്രിപ്പയർ ദ ബെൻസാൽഡിഹൈഡ് ഫ്രം ദ ഫോളോയിങ്? എങ്ങനെ ചെയ്യും? ഫസ്റ്റ് ടോളുവിൽ നിന്ന് ചെയ്യണേ ബെൻസാൽഡിഹൈഡ്. CH3 ടോളുവിൻ എന്ന് പറയുന്നത് ഹൈഡ്രോകാർബൺ ആണ്. അപ്പോൾ ശ്രദ്ധിക്കുക, ടോളുവിൻ CH3 ബെൻസിന്റെ മേലെ ഇൻ ദ പ്രസൻസ് ഓഫ് CrOCl2 നമുക്ക് എന്താ കിട്ടുന്നത്? ഇൻ ദ പ്രസൻസ് ഓഫ് CrOCl2 ഫോളോഡ് ബൈ CS2 നമുക്ക് എന്ത് കിട്ടും? ബെൻസാൽഡിഹൈഡ് കിട്ടും. ഈ റിയാക്ഷന്റെ പേരെന്താണെന്നറിയോ മക്കളെ? ഈ റിയാക്ഷന്റെ പേരെന്താന്ന് നല്ല പിടിയുണ്ടോ? ഈ റിയാക്ഷന്റെ പേരാണ് ബെൻസാൽഡിഹൈഡ് പ്രിപ്പയർ ചെയ്യുന്ന ഈ റിയാക്ഷന്റെ പേരാണ് ഇറ്റാർഡ് റിയാക്ഷൻ എന്ന് പറയുന്നത്. മീഥൈൽ ബെൻസീനിൽ നിന്ന് പ്രസൻസ് ഓഫ് CrO2Cl2ന്റെ പ്രസൻസിൽ നമുക്ക് എന്താ കിട്ടുന്നത്? CrO2Cl2ന്റെ പ്രസൻസിൽ നമുക്ക് ഫോളോഡ് ബൈ CS2 വി വിൽ ബി ഗെറ്റിംഗ് ദി ബെൻസാൽഡിഹൈഡ്. CrO2 ആണ് CrO2Cl2ന്റെ പ്രസൻസിൽ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബെൻസീനിൽ നിന്ന് ബെൻസാൽഡിഹൈഡ് എങ്ങനെ ചെയ്യുക? ബെൻസീനിൽ നിന്ന് ബെൻസാൽഡിഹൈഡ് എങ്ങനെ ചെയ്യുന്നുണ്ടാവും മക്കളെ? പറഞ്ഞേ, എന്തായിരിക്കും റിയാക്ഷന്റെ പേര്? ഗാറ്റർമാൻ ഗോസ് റിയാക്ഷൻ ഓർമ്മയുണ്ടോ? ഗാറ്റർമാൻ വെറും ഗാറ്റർമാൻ ആണെങ്കിൽ നമ്മുടെ ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിന്റെ ആയിരുന്നു. ഗാറ്റർമാൻ കോഷ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഇൻ ദ പ്രസൻസ് ഓഫ് COHCl അല്ലെ, കാർബൺ മോണോക്സൈഡ് അല്ലേ, ഫോളോഡ് ബൈ ദി അൺഹൈഡ്രസ് AlCl3. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ബെൻസോയിൽ ക്ലോറൈഡിന്റെ പ്രസൻസിൽ ബെൻസാൽഡിഹൈഡ് ആണ്. റിഡക്ഷൻ, റോസ്മൺ റിഡക്ഷൻ. ബെൻസൈൽ ക്ലോറൈഡിൽ നിന്ന് ബെൻസാൽഡിഹൈഡ് കേട്ടോ. CN നിന്ന് ബെൻസാൽഡിഹൈഡ് എന്ന് പറയുന്നത് എന്ത് റിഡക്ഷൻ ആയിരുന്നു? CN നിന്ന് നൈട്രൈൽ ഗ്രൂപ്പിൽ നിന്നാണെങ്കിൽ സാലിസൈലിക് ക്ലോറൈഡിന്റെ പ്രസൻസിൽ ഫോളോഡ് ബൈ ദ പ്രൊഡക്ഷൻ ഓഫ് ദി ഇമീൻ എന്ന് പറയുന്നത് സ്റ്റീഫൻ റിയാക്ഷൻ ആയിരുന്നു. ക്ലിയർ ആണോ? ദിസ് ഇസ് റോസ്മൺ റിഡക്ഷൻ. ഓക്കെ,
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതിൻ്റെ ആൻസർ ആണ് കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ കൊളീഷൻ ഫ്രീക്വൻസി ആൻഡ് എഫക്റ്റീവ് കൊളീഷൻ ഓൺ ദി ബേസിസ് ഓഫ് ദ കൊളീഷൻ തിയറി. ഇത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 2-3 ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടു. കൊളീഷൻ ഫ്രീക്വൻസിയും കൊളീഷൻ എഫക്റ്റീവ് കൊളീഷനും കൊളീഷൻ തിയറിയുടെ ബേസിസിൽ പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. മക്കളെ എന്താ കൊളീഷൻ തിയറി, കൊളീഷൻ എഫക്റ്റീവ് എഫിഷ്യൻസി എന്നൊക്കെ പറയുന്നത് എന്താ? കൊളീഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഒരു ഇറ്റ്സ് ദ നമ്പർ ഓഫ് ദ കൊളീഷൻസ്, അല്ല ഒരു പെർട്ടിക്കുലർ യൂണിറ്റ് വോളിയത്തിൽ വരുന്ന എത്രത്തോളം കൊളീഷൻസ് വരുന്നത് ബിറ്റ്വീൻ ദ അയോൺസ് ഓർ ബിറ്റ്വീൻ ദ മോളിക്യൂൾസ് എത്രത്തോളം കൊളീഷൻ സംഭവിക്കുന്നുണ്ട്, അതാണ് കൊളീഷൻ ഫ്രീക്വൻസി എന്ന് പറയുന്നത്. ഈ കൊളീഷൻ ഫ്രീക്വൻസി അല്ലെങ്കിൽ കൊളീഷൻ നടത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ ഓർഡർ ടു ഗെറ്റ് എൻ പെർട്ടിക്കുലർ നമ്പർ ഓർ ഇൻ ഓർഡർ ടു ഗെറ്റ് എ ത്രിഷോൾഡ് വാല്യൂ, നമുക്കൊരു ആക്ടിവേഷൻ എനർജിയോ അല്ലെങ്കിൽ ഒരു ത്രിഷോൾഡ് വാല്യൂ, ഒരു കൈനറ്റിക് എനർജിക്ക് വേണ്ടിയിട്ടാണ് ഈ കൊളീഷൻ എന്ന് പറയുന്നത് എന്താ ഒരു മോളിക്യൂൾസ് നടത്തുന്നത്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? അപ്പോൾ ദ കൊളീഷൻ ഓഫ് എ മോളിക്യൂൾസ് നമുക്ക് പറയാം ഒരു പെർട്ടിക്കുലർ ആക്ടിവേഷൻ എനർജി ഉണ്ടെങ്കിൽ മാത്രമാണ്, ഒരു ആക്ടിവേഷൻ എനർജിയും ഒരു പ്രോപ്പർ ഓറിയന്റേഷൻ ഉണ്ടെങ്കിൽ മാത്രമാണ് എന്തെന്ന് പറയുന്നത് എഫക്റ്റീവ് കൊളീഷൻ എന്ന് പറയുന്നത്. ഒരു പെർട്ടിക്കുലർ കൊളീഷനിൽ എല്ലാ കൊളീഷൻസും എന്നാ എഫക്റ്റീവ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ ചുമ്മാ എല്ലാ കൊളീഷൻസും എഫക്റ്റീവ് അല്ല. ഒരു പെർട്ടിക്കുലർ ആക്റ്റീവ് എനർജി ഉണ്ടായിരിക്കണം, അവർക്കൊരു എനർജി ഉണ്ടായിരിക്കണം, ഒരു ത്രെഷോൾഡ് എനർജി ഉണ്ടായിരിക്കണം, ഒരു പെർട്ടിക്കുലർ ഓറിയന്റേഷനും ഉണ്ടായിരിക്കണം. അതിൽ നടക്കുന്ന കൊളീഷൻസ് ആണ് എന്തെന്ന് പറയുന്നത് എഫക്റ്റീവ് കൊളീഷൻസ് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ? Collision frequency is the number of the collision per second per unit volume of the reaction mixture and the collision in which the molecules collide in a sufficient kinetic energy വേണം. അതിനെയാണ് നമുക്ക് എന്തെന്ന് പറയുന്നത് effective collision എന്ന് പറയുന്നത്. Write the IUPAC name of the major product in the reaction given below. Acid catalyzed hydration of propene, addition of CH3Mg on HCHO followed by the hydrolysis. Acid catalyst of the propene എന്ത് സംഭവിക്കുന്നത്, നമുക്ക് എന്താ കിട്ടുന്നത് മക്കൾ അതിൽ? Yes, tell me what we are getting from that. Addition of water ആണ് അല്ലേ? Acid catalyst hydration in the presence of an acid. മാർക്കോ-നിക്കോസ് റൂൾ ആണ് ഫോളോ ചെയ്യുന്നത്. പ്രൊപ്പൈൻ 2 കിട്ടും. ഇനി CH3Mg HCHO, പ്രൈമറി ആൽക്കഹോൾ HCH ആണെങ്കിൽ പ്രൈമറി ആൽക്കഹോൾ, എന്താ പറയുക അസറ്റാൽഡിഹൈഡ് ആണ് സെക്കൻഡറി ആൽക്കഹോൾ, കീറ്റോൺസ് ആണെങ്കിൽ എന്താണ് ടെർഷ്യറി ആൽക്കഹോൾ അല്ലേ? ഇദ്ദേഹത്തിനോടാണ് കിട്ടുന്നത്. Next question, consider the complex species hexa, aqua, titanium 3, iron and answer the following. Identify the geometry of the species. എന്ത് geometry ആണ് വരുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഹെക്സ, അക്വ, ടൈറ്റാനിയം അല്ലെ? ഹെക്സ എന്ന് വരുമ്പോൾ തന്നെ എന്തായിരിക്കും നമുക്ക് ജോമെട്രി വരുന്നുണ്ടാവുക? ഒക്ടാഹൈഡ്രൽ ജോമെട്രി ആയിരിക്കും. 6 എണ്ണല്ലേ വരുന്നത്, അപ്പോൾ ഒക്ടാഹൈഡ്രൽ ജോമെട്രി ആയിരിക്കും. പിന്നെ വരുന്നത് എന്താണ്? ഗിവ് ഇറ്റ് സ്ട്രക്ചറൽ ഫോർമുല. എങ്ങനെയായിരിക്കും സ്ട്രക്ചറിൽ വരിക? ടൈറ്റാനിയം ഇങ്ങനെയായിരിക്കും അതിന്റെ സ്ട്രക്ചർ വരുന്നുണ്ടാവുക അല്ല മക്കളെ? സ്ട്രക്ചർ ഇങ്ങനെയല്ലേ വരുന്നുണ്ടാവുക? ഇതായിരിക്കും അതിന്റെ സ്ട്രക്ചർ എന്ന് വരുന്നുണ്ടാവുക അല്ലെ? ടൈറ്റാനിയം T+3 ആയിരിക്കും. സ്ട്രക്ചർ സ്കെച്ച് ദ എനർജി ലെവൽ ഡയഗ്രാം. നിങ്ങൾക്ക് അറിയാം സ്പ്ലിറ്റിംഗ് എങ്ങനെ വരാന്ന്. T2 താഴെ വരും, EG മേലെ വരും. ബ്ലൂ ഗ്രീൻ കളർ ഓഫ് ദിസ് പെർട്ടിക്കുലർ അയോൺ സൊല്യൂഷൻ. എന്തുകൊണ്ടാണ് ഇത് ബ്ലൂ ഗ്രീൻ കളർ ആവുന്നത് മക്കളെ? എന്തുകൊണ്ടായിരിക്കും ബ്ലൂ ഗ്രീൻ കളർ ആവാനുള്ള റീസൺ എന്തായിരിക്കും മക്കളെ? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ കളർ ഓഫ് ദിസ് പെർട്ടിക്കുലർ സൊല്യൂഷൻ? അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ടാവുന്നതിൻ്റെ റീസൺ കൊണ്ടാണ്. അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് ഉണ്ട് ടൈറ്റാനിയത്തിൽ നിന്നുള്ളതുകൊണ്ടാണ് എന്തെന്ന് പറയുന്നത് അതിലൊരു കളർ വരുന്നത്. DD ട്രാൻസിഷൻ പോസിബിൾ ആയതുകൊണ്ടാണ് കളർ എന്ന് പറയുന്നത് പോസിബിൾ ആവുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് ഇതിൻ്റെ ആൻസർ വരുന്നത്.
Next question, explain with the suitable examples aldol condensation. Aldol condensation എന്ന് പറയുന്നത് aldehyde or ketones, at least they should have one alpha hydrogen. They will be undergoing എന്താണ് എന്താ ഒരു ആൽക്കഹോൾ അല്ലെങ്കിൽ അക്വസ് ആയിട്ടുള്ള ഡൈല്യൂട്ട് ആയിട്ടുള്ള ഒരു ആൽക്കലൈൻ പ്രസൻസിൽ ആൽഫ ബീറ്റ ഫസ്റ്റ് ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ട് ആൽഫ അല്ല ബീറ്റ ഹൈഡ്രോക്സി കീറ്റോൺസ് ആൽഡിഹൈഡ്സ് കിട്ടും. അതിലേക്ക് വാട്ടർ ആഡ് ചെയ്യുമ്പോൾ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് കീറ്റോൺസ് കിട്ടും. അതാണ് എന്തെന്ന് പറയുന്നത് aldol condensation എന്ന് പറയുന്നത്. HVZ റിയാക്ഷൻ എന്ന് പറയുന്നത് കാർബോക്സിലിക് ആസിഡിലേക്ക് X2 ഇൻ ദ പ്രസൻസ് ഓഫ് റെഡ് ഫോസ്ഫറസ് ആഡ് ചെയ്യുമ്പോൾ ആൽഫ ഹൈഡ്രജൻ എലിമിനേറ്റ് ചെയ്തിട്ട് അവിടെ പെർട്ടിക്കുലർ എക്സ് വരും. അതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ HVZ റിയാക്ഷൻ എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദ ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ഫസ്റ്റ് ചെയ്ത് ഓർമ്മയുണ്ടോ? 2022 ക്വസ്റ്റ്യൻ പേപ്പർ എന്ന് പറയുന്നത് 2024 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അതിലുള്ള ക്വസ്റ്റ്യൻ ആണ് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് ദ യൂണിറ്റ് ഓഫ് റേറ്റ് റിയാക്ട് കോൺസ്റ്റന്റ് ഫോർ എ ഓർഡർ റിയാക്ഷൻ. ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ എന്തായിരിക്കും? ഫസ്റ്റ് ഓർഡർ റിയാക്ഷൻ S-1 ആയിരിക്കും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോർഡിനേഷൻ നമ്പർ ഓഫ് ദ കോപ്പർ ഇൻ CuCN4 3 കോർഡിനേഷൻ നമ്പർ ഓഫ് ദ കോപ്പർ ഇൻ CuCN4 3 എന്താണ് അതിന്റെ കോർഡിനേഷൻ നമ്പർ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തിന്റെ കോർഡിനേഷൻ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്? CuCN4 3 നമ്മുടെ കോപ്പറിന്റെയും CuCN4 3 കോർഡിനേഷൻ നമ്പറാണ് ചോദിച്ചിരിക്കുന്നത്. കോർഡിനേഷൻ നമ്പർ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ലിഗാൻസ് വിച്ച് ഈസ് അറ്റാച്ച്ഡ്, റൈറ്റ്? ഇവിടെ എത്ര ലിഗാൻസ് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് മക്കളെ? ലിഗാൻസ് അറ്റാച്ച്ഡ് ഈസ് ഈക്വൽ ടു 4. സോ ദ കോർഡിനേഷൻ നമ്പർ ഈസ് ഈക്വൽ ടു 4. Next question, what is the tolerance reagent which among the following CH3CHO, CH3CO, CH2 CH3CO, CH amide CH3CO, CH2 എന്ന് പറയുന്നത് ഫോം എ സിൽവർ ketones ആണ്. ഫസ്റ്റ് വൺ ഈസ് ആൽഡിഹൈഡ്, ഇത് കീറ്റോൺ ആണ്. വിച്ച് വൺ വിൽ ബി ഫോമിങ് എ സിൽവർ മിറർ ഓൺ റിയാക്ഷൻ വിത്ത് ടോളറൻസ് റിയേജന്റ്. ടോളറൻസ് റിയേജന്റ് ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഏതിനാണ് ഒരു സിൽവർ മിറർ റിംഗ് ടെസ്റ്റ് കിട്ടുക എന്നാണ് ചോദിക്കുന്നത്. ഫസ്റ്റ് ടോളറൻസ് റിയേജന്റ് എന്താണെന്ന് എഴുതണം. അതേപോലെ ഏതിനാണ് ആ പെർട്ടിക്കുലർ ടെസ്റ്റ് കാണിക്കാന്ന് കൂടി ചോദിച്ചിട്ടുണ്ട്. തന്നതിൽ ഏതിലാണ് ടെസ്റ്റ് കാണിക്കാന്ന് കൂടി ചോദിച്ചിട്ടുണ്ട്. എഴുതിക്കേ മക്കളെ, ഏതിനായിരിക്കും കാണിക്കുന്നുണ്ടാവുക? ആൻസർ ചെയ്തേ. ആൻസർ ചെയ്ത് ഏതിനായിരിക്കും തന്നിട്ടുണ്ടാവുക? ഏതിനായിരിക്കും അത് കാണിക്കുന്നുണ്ടാവുക? യെസ്, ടോളറൻസ് റിയേജന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? യെസ് ഏതാ ഫോം ചെയ്യാത്ത? മെത്തനാളാണോ ഫോം ചെയ്യാത്തത്? മെത്തനാൾ എന്ന് പറയുന്ന സംഭവം നമ്മളിവിടെ കൊടുത്തിട്ടില്ലല്ലോടാ. 2 കാർബൺ ഉണ്ടല്ലോ, അതെങ്ങനെ മെത്തനാൾ ആവുക? ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഇത് CHO എന്ന് പറയുന്നത് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ആണ്. ഇതെന്ന് പറയുന്നത് കീറ്റോൺസ് ആണ്. ഇനി പറഞ്ഞ ഏതാ ഫോം ചെയ്യുന്നുണ്ടാവുകയെന്ന്? മനസ്സിലായോ? ടോളറൻസ് റിയേജന്റ് എന്ന് പറയുന്നത് എന്തായിരുന്നു? അമോണിയക്കൽ സിൽവർ നൈട്രേറ്റ് ആണ് എന്ത് ടോളറൻസ് റിയേജന്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ക്യാരക്ടറിസ്റ്റിക് ടെസ്റ്റ് ഫോർ ദി പ്രസൻസ് ഓഫ് ദി പെർട്ടിക്കുലർ ആൽഡിഹൈഡ്. ഇനി ഇതിൽ തന്നിരിക്കുന്നത് ആൽഡിഹൈഡ് ഏതാണോ അത്. ഇത് മക്കളെ മെത്തേത്ത് പ്രൊപ്പനോണ. ഇതെന്ന് പറയുന്നത് എത്തനാളാ. ഏതായിരിക്കും നമുക്ക് ടോളറൻസ് റിയേജന്റ് ടെസ്റ്റ് കൊടുക്കുന്നുണ്ടാവുക? എത്തനാളായിരിക്കും കൊടുക്കുന്നുണ്ടാവുക. മനസ്സിലായോ? കാണുന്നവർക്ക് മനസ്സിലായോ? ഇനി some transition metal ions are given in the box below. Choose the one which are colored. ഏതാണ് കളേർഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമുക്ക് അവരതിൻ്റെ അറ്റോമിക് നമ്പർ തന്നിട്ടുണ്ട്. സ്കാൻഡിയം, ടൈറ്റാനിയം, വെനേഡിയം, ക്രോമിയം തന്നിട്ട് 21, 22 and 24. ആൻഡ് വിച്ച് ആർ ദ കളേർഡ് വൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ റീസണും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ ആണ് 2024 ക്വസ്റ്റ്യൻ പേപ്പറിലാണ് തോന്നുന്നു ചോദിച്ചിട്ടുണ്ട്. ചെയ്ത് നോക്കിയേ മക്കളെ, നിങ്ങളൊന്ന് ഈ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കിയേ. ഗുഡ് മോർണിംഗ്.
ബദ്രിനാരായണൻ ഇപ്പോഴും ബദ്രിനാരായണൻ അമീൻസ് പഠിച്ചിട്ടില്ലല്ലോ? കഴിഞ്ഞോ? പഠിച്ചിട്ടുണ്ടോ? പഠിച്ചു നോക്കിയിട്ടുണ്ട് എന്തെങ്കിലും? എന്താ മക്കളെ സ്കാൻഡിയത്തിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താ? സ്കാൻഡിയം എന്ന് പറയുന്നത് സ്കാൻഡിയം, ടൈറ്റാനിയം, ക്രോമിയം എന്ന് പറയുന്നത് ഇനി സ്കാൻഡിയം 3+ എന്ന് പറയുമ്പോൾ ഇത് എന്തായിട്ടാണ് മാറുന്നത്? സ്കാൻഡിയം 3+ എന്ന് പറയുമ്പോൾ വെറും ആർഗന്റെ കോൺഫിഗറേഷൻ ആയിരിക്കും 3d0 ആയിരിക്കും അല്ലെ, 3 ഇലക്ട്രോൺസ് ആണ് പോകുന്നത്. ടൈറ്റാനിയം എത്ര പറയുന്നത്? ടൈറ്റാനിയം 3+ ഉണ്ട് 4+ ഉണ്ട്. അതായത് ടൈറ്റാനിയം 3+ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? 4+ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആർഗൺ 3d0 ആയിരിക്കും അല്ലെ. ടൈറ്റാനിയം 3+ എന്ന് പറയുമ്പോഴോ, ടൈറ്റാനിയം 3+ ആണെങ്കിലോ 3+ എന്ന് പറയുമ്പോൾ വി വിൽ ബി ഗെറ്റിംഗ് ആർഗൺ ആൻഡ് 3d1 എന്നായിരിക്കും. ഇനി ക്രോമിയം Cr3+ എന്നാണെങ്കിൽ ഇവിടുന്ന് ഒന്ന് പോവും, ഇവിടുന്ന് 2 എണ്ണം പോവും അല്ലേ. സോ ഇറ്റ് വിൽ ബി 3r+ എന്നല്ലേ, 3d3. So which are the one which will be showing the particular ഏതിനാണോ അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് വെക്കുക, അതായത് Ti3+നും Cr+3 ഇത് രണ്ടുമാണ് എന്ത് കാണിക്കുന്നുണ്ടാവുക? they will be choosing the colored compounds. റീസൺ ഫോർ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാം ഫുള്ളി ഫിൽഡ് ആണ് അല്ലെ. നമ്മുടെ ഇലക്ട്രോൺസ് കൊടുക്കുമ്പോൾ ആർഗന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ആണ് വരുന്നത്, വിച്ച് ഇസ് എ നോബിൾ ഗ്യാസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ. സോ നമുക്കറിയാം കളർഡ് കോമ്പൗണ്ട്സ് കിട്ടണമെങ്കിൽ DD ട്രാൻസിഷൻ നടക്കണം, അൺപെയർഡ് ആയിട്ടുള്ള ഇലക്ട്രോൺസ് വേണം. Ti+3 സ്റ്റേറ്റിലും Cr3+3 സ്റ്റേറ്റിലുമാണ് അത് നടക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ മക്കൾക്ക്? മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആണോ? എവിടെയാടാ മിസ് ചായ കുടിച്ചോന്ന്? ചായ ഒന്നും കുടിച്ചിട്ടില്ല മിസ്. ഇവിടുന്ന് ഇന്നലെ രാത്രി ലൈവ് കഴിഞ്ഞിട്ട് 9:45 വരെ ലൈവ് ഉണ്ടായിരുന്നു. പിന്നെ കുറച്ച് ലൈവ് വർക്കൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് 11:30ക്കാണ് മിസ് വീട്ടിൽ പോകുന്നത്. 11:30 പോയി. പിന്നെ അവിടെ PPT ഉണ്ടാക്കി 1 മണിക്ക് കിടന്നു. 1 മണിക്ക് കിടന്നു 3:45 4 മണിക്ക് എങ്ങാണ്ട് നീച്ചിട്ട് എന്തോ നീച്ചു, ഡ്രസ്സ് മാറി ടീച്ചർ അങ്ങനെ ഇങ്ങോട്ട് വന്നു. ഒന്നും ചെയ്തിട്ടില്ല. ചൂടുവെള്ളം കൊടുത്തിട്ടുണ്ട്, ചൂടുവെള്ളം കുടിക്കുന്നുണ്ട്, അത്രയും. പെയർഡ് ഇലക്ട്രോൺസ് ആണ്. ഓക്കെ മാം, നോട്ട് എവിടെ കിട്ടും? നോട്ട് മക്കളെ നിങ്ങൾക്ക് വാട്സപ്പ് ചാനൽ ഉണ്ടായിരിക്കും. വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് നമ്മുടെ ഫസ്റ്റിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, PW കേരള +2 and KEAM എന്ന് പറഞ്ഞിട്ട്. അതിൽ വാട്സപ്പ് ചാനലിൽ ഉണ്ടായിരിക്കും കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇത് ചെയ്തു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മുടെ ഓർഗാനിക് കോമ്പൗണ്ട്സ് A on reaction with CrO2Cl2 in the presence of CS2. ഓക്കെ, ഇത് എന്ത് റിയാക്ഷനാണ്? ഇറ്റാട്ട് റിയാക്ഷൻ ആണ്. ഫോളോഡ് ബൈ ദ അസിഡിഫിക്കേഷൻ ഗിവ്സ് ബെൻസാൽഡിഹൈഡ്. ഏതോ ഒരു ഓർഗാനിക് കോമ്പൗണ്ട്സ് ആണ്. Identify the compound A and also name the reaction. First question, what is the product obtained when the above organic compound A, ഏതാണ് ഓർഗാനിക് കോമ്പൗണ്ട്, സൈഡ് ചെയിൻ ഓക്സിഡേഷൻ വിത്ത് അസിഡിക് പൊട്ടാസ്യം പെർമാഗ്നേറ്റ്, പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആയിട്ട് അസിഡിക് പൊട്ടാസ്യം പെർമാഗ്നേറ്റ് ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് കിട്ടുന്നത് എന്നാണ് ചോദിക്കുന്നത്. നമുക്ക് ആലോചിച്ച് ചെയ്യാട്ടോ. അതിനടിയിൽ ആൻസർ കൊടുത്തിട്ടുണ്ട്. ആൻസർ കൊടുക്കാതെ നിങ്ങളുടേതായ രീതിക്ക് നിങ്ങൾ ആലോചിച്ച് ചെയ്യുക അതെന്താണ് വരിക എന്നുള്ളത് കേട്ടോ. ആ പെർട്ടിക്കുലർ വണ്ണ് നോക്കാതെ നിങ്ങൾ തന്നെ ചെയ്യാം. യെസ് മക്കളെ, കറക്റ്റ് ചെയ്ത് നോക്കി നിങ്ങൾ തന്നെ.
ചെയ്തോ മക്കളെ? ഏതാ വരുന്നേ? ക്രോമൈൽ ക്ലോറൈഡാ? യെസ്, എക്സാക്ട്ലി. മക്കളെ നിങ്ങൾ ആലോചിക്കുക, എപ്പോഴും ഇങ്ങനെ ബെൻസാൽഡിഹൈഡ് ഒക്കെയാണ് പ്രിപ്പറേഷൻ തരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് റോസ്മണ്ട് റിയാക്ഷനോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക റിയാക്ഷൻ ആയിരിക്കും. പക്ഷെ ക്രോമൈൽ ക്ലോറൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് CH2 എന്ന് പറയുമ്പോൾ എപ്പോഴും ആലോചിക്കുക അത് ഹൈഡ്രോ കാർബൺ ആയിരിക്കും. എന്ത് ഹൈഡ്രോ കാർബൺ ആണ്? ടൊളുവിനാണ്. ടൊളുവിനാണ് CrO2 Cl2 ഇൻ ദ പ്രസൻസ് ഓഫ് CH2ന്റെ പ്രസൻസിൽ നടക്കുന്നത്. ഇനി ഈ സെയിം A എന്ന് പറയുന്ന റിയാക്ഷന് അത് നമുക്ക് സൈഡ് ചെയിൻ ഓക്സിഡേഷൻ നടക്കുന്നത്. ഓക്സിഡേഷൻ നടക്കുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നുണ്ടാവുക? ഓക്സിഡേഷൻ, സൈഡ് ചെയിൻ ഓക്സിഡേഷൻ, മീതെയിൻ നമ്മുടെ മീഥൈൽ ബെൻസൈഡ് ഇൻ ദ പ്രസൻസ് ഓഫ് KMnO4 വെച്ച് ചെയ്യുമ്പോൾ വി വിൽ ബി ഗെറ്റിംഗ് ഓക്സിഡേഷൻ ആയിട്ട് നമുക്ക് എന്ത് കിട്ടും? അവിടേക്ക് ബെൻസോയിക് ആസിഡ് ആണ് കിട്ടുന്നത്. മനസ്സിലായോ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിസ്ക്രൈബ് ദ ഫോളോയിങ് റിയാക്ഷൻ, കാനിസാരോ റിയാക്ഷൻ ആൻഡ് സ്റ്റീഫൻ റിയാക്ഷൻ. 4 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ് മക്കളെ. കാനിസാരോ റിയാക്ഷൻ എന്താണെന്ന് എഴുതണം. കാനിസാരോ എങ്ങനെയാണ് ആൽഫ ബീറ്റ വരുന്നതാണോ, ആൽഡിഹൈഡിലേക്ക് എന്തൊക്കെയാണ് കിട്ടുന്നതെന്ന് എഴുതണം. അതേപോലെ സ്റ്റീഫൻ റിയാക്ഷനും എഴുതണം. ഞാൻ ഇപ്പൊ പറഞ്ഞിട്ടുണ്ടായിരുന്നുള്ളൂ സ്റ്റീഫൻ റിയാക്ഷൻ അല്ലേ? എഴുതി നോക്കിയേ മക്കളെ ഒന്ന്. ചെയ്ത് നോക്കിയേ മക്കളെ. മക്കളെ ഒന്ന് ചെയ്ത് നോക്കിയേ. എന്തായിരിക്കും വരിക കാനിസാരോ റിയാക്ഷൻ എന്ന് പറയുന്നത്? കാനിസാരോ റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ HCHO എന്ന് പറയുന്ന ഫോർമാൽഡിഹൈഡും അതേപോലെ ബെൻസാൽഡിഹൈഡിന്റെ റിയാക്ഷൻസ് ആണ്. കാരണം ബിക്കോസ് ദേ ഷുഡ് നോട്ട് ഹാവിങ് എനി ആൽഫ ഹൈഡ്രജൻ. അങ്ങനെയുള്ള ഒരു റിയാക്ഷൻ ആണ് എന്തെന്ന് പറയുന്നത്? കാനിസാരോ റിയാക്ഷൻ എന്ന് പറയുന്നത്. ബിക്കോസ് നമ്മുടെ സൈമൾട്ടേനിയസ് ആയിട്ട് ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്ന റിയാക്ഷൻ ആണ്. ഓക്കെ, അതാണ് കാനിസാരോ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. അതിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത്? നമുക്ക് ആൽക്കഹോൾ ആണ് കിട്ടുന്നത്. എന്തിന്റെ പ്രസൻസിലാണ് നടക്കുന്നത് മക്കളെ? എന്തിന്റെ പ്രസൻസിലാണ് നടക്കുന്നതെന്ന് അറിയോ? എന്തിന്റെ പ്രസൻസിലാണ് നടക്കുന്നത്? കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള KOHന്റെ പ്രസൻസിലാണ് ഇതൊക്കെ കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള KOHന്റെ പ്രസൻസിലാണ് നടക്കുന്നത്. അതാണ് കാനിസാരോ. സ്റ്റീഫൻ റിയാക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ RCN ഉണ്ടല്ലോ,
നൈട്രൈൽ ഗ്രൂപ്പിലേക്ക് നമ്മൾ സാനസ് ക്ലോറൈഡ് ആഡ് ചെയ്യുമ്പോൾ സാനസ് ക്ലോറൈഡ് ആഡ് ചെയ്തിട്ട് ഇൻ ദ പ്രസൻസ് ഓഫ് HCl സാനസ് ക്ലോറൈഡ് പ്ലസ് HCl നമുക്കൊരു ഇമൈൻ കിട്ടും. RCH ഡബിൾ ബോണ്ട് NH എന്ന് പറയുന്ന ഒരു ഇമൈൻ കിട്ടും. ഇമൈനിലേക്ക് ഹൈഡ്രോളിസിസ് നടത്തുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വി വിൽ ബി ഗെറ്റിംഗ് RCHO. ക്ലിയർ? ഹൈഡ്രോളിസിസ് നടക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? RCHO കിട്ടും. മനസ്സിലാവുന്നുണ്ടല്ലോ? RCNലേക്ക് ഹൈഡ്രോളിസിസ് നടത്തി കഴിഞ്ഞാൽ RCHO കിട്ടും. ഇതാണ് എന്തെന്ന് പറയുന്നത്? പെർട്ടിക്കുലർ സ്റ്റീഫൻ റിഡക്ഷൻ എന്ന് പറയുന്നത്, സ്റ്റീഫൻ റിയാക്ഷൻ ആൻഡ് കാനിസാരോ റിയാക്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഓക്കെ. നെക്സ്റ്റ്, റൈറ്റ് ടു എനി ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഓർഡർ ആൻഡ് ദ മോളിക്കുലാരിറ്റി. ഇത് ചോദിച്ചു കണ്ടിട്ടുണ്ട് കേട്ടോ, ഈ ക്വസ്റ്റ്യൻ ചോദിച്ചു കണ്ടിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കുക, ഓർഡർ and മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് രണ്ടും ഡിഫറെൻ്റ് ആണ്. ഓർഡർ എന്ന് പറയുന്നത് ഒരു റിയാക്ഷൻ അണ്ടർഗോ ചെയ്യുന്ന അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ്റെ എന്താ പറയുക, അതിൻ്റെ പവേഴ്സ് ആണ്, കോൺസെൻട്രേഷൻ റേസ് ടു ദ പവേഴ്സ് ആണ്. പക്ഷേ ദാറ്റ് ക്യാൻ ബി ഈക്വൽ ടു ദ സ്റ്റോഷിയോമെട്രി, ദാറ്റ് കനോട്ട് ബി ഈക്വൽ ടു സ്റ്റോഷിയോമെട്രി ആൾസോ. ആ എക്സ് നമ്മൾ റേസ് ടു എക്സ് ഓർ റേസ് ടു വൈ എന്ന് പറയുന്നത് സ്റ്റോഷിയോമെട്രിക്കും ഈക്വൽ ആവാം, ഈക്വൽ അല്ലാതിരിക്കുകയും ചെയ്യാം. അതാണ് ഓർഡർ എന്ന് പറയുന്നത്. മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് എത്ര റിയാക്റ്റൻ സ്പീഷീസ് അവിടെ റിയാക്ഷൻ ചെയ്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ 2HI gives H2 plus I2 ആണെങ്കിൽ അവിടെ 2HI gives H2 plus I2 ആണ്, 2 ആണ് അവിടെ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. പക്ഷെ ഓർഡർ എന്ന് പറയുന്നത് 2 ആവണം, ഓർഡർ 2 ആവാം, 2 അല്ലാതെ ആവും ചെയ്യാം. Okay, so it is the sum of the power of the concentration terms in the rate law expression. അതേപോലെ നെക്സ്റ്റ് എന്താണ്? ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ടന്റ് സ്പീഷീസ് collide simultaneously in a chemical reaction. ഒരു കെമിക്കൽ റിയാക്ഷനിൽ ടോട്ടൽ നമ്പർ ഓഫ് റിയാക്ഷൻ സ്പീഷീസ് ആണ്, ദാറ്റ് ഈസ് ആക്ച്വലി collide simultaneously in a chemical reaction എന്ന് പറയുന്നത് മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത്. അതേപോലെ ഓർഡർ എന്ന് പറയുന്നത് ഒരു എക്സ്പെരിമെന്റൽ ക്വാണ്ടിറ്റി ആണ്. അത് നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളെയും കൊണ്ട് ചെയ്യാൻ പറ്റില്ല. നമ്മളെയും കൊണ്ട് ഓക്കെ ഇത് 2HI plus HI gives H2 plus I2 എന്ന് പറയുമ്പോൾ ഓർഡർ എന്ന് പറയുന്നത് 2 ആണെന്നുള്ളത് നമുക്ക് തിയറിറ്റിക്കലി നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റില്ല. അതൊരു എക്സ്പെരിമെന്റൽ പ്രോഡക്റ്റ് ആണ്. അപ്പോൾ എന്നാൽ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് എന്താണ്? ഒരു തിയറിറ്റിക്കലി ബേസിൽ എത്ര മോൾസ് ഉണ്ടെന്നല്ല നമ്മൾ നോക്കുന്നത്, എത്രത്തോളം കൊളൈഡേഷൻ നടക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ അത് തിയറിറ്റിക്കൽ വാല്യൂ ആണ്. അതേപോലെ ഓർഡർ എന്ന് പറയുന്നത് 0യോ ഫ്രാക്ഷൻ ആവാം, പക്ഷേ മോളിക്കുലാരിറ്റി 0 ആവാൻ പറ്റില്ല. കാരണം 0 ആയി കഴിഞ്ഞാൽ അവിടെ റിയാക്ഷൻ നടക്കുന്നില്ല, റിയാക്ടന്റ് എപ്പോഴും 0 ആവാൻ പറ്റില്ലല്ലോ. അതേപോലെ ഫ്രാക്ഷൻ ആവാനും ചാൻസ് കുറവാണ്. ഇറ്റ് ഈസ് അപ്ലിക്കബിൾ ടു ബോത്ത് എലിമെന്ററി ആൻഡ് ദി പെർട്ടിക്കുലർ കോംപ്ലക്സ് റിയാക്ഷൻ. കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു മെക്കാനിസം വരുന്ന റിയാക്ഷൻ ആണ് കോംപ്ലക്സ് റിയാക്ഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടിനും അപ്ലിക്കബിൾ ആണ് എന്ത് ഓർഡർ എന്ന് പറയുന്നത്. പക്ഷേ മോളിക്കുലാരിറ്റി എന്ന് പറയുന്നത് എന്തിനു മാത്രമാണ്? ഓൺലി എലിമെന്ററി സിംഗിൾ സ്റ്റെപ്പ് ആയിട്ടുള്ള റിയാക്ഷൻസിന് മാത്രമാണ് അപ്ലിക്കബിൾ ആയിട്ടുള്ളത്. മനസ്സിലായോ മക്കളെ? മനസ്സിലായില്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡിഫൈൻ ഐഡിയൽ സൊല്യൂഷൻ by citing a suitable example. What are the values of delta H mix and delta V mix for such solution? അപ്പോൾ ഐഡിയൽ സൊല്യൂഷൻ എന്താന്ന് പറയണം, അതിന്റെ വാല്യൂസ് എന്താണെന്നും പറയണം. ഐഡിയൽ സൊല്യൂഷൻ ആണ് സൊല്യൂഷൻസ് വിച്ച് ഒബേസ് റോൾസ് ലോ. അല്ലേ, റോൾസ് ലോ എന്ന് പറയുന്നത് എന്തായിരുന്നു മക്കളെ? വാട്ട് വാസ് റോൾസ് ലോ? റോൾസ് ലോ എന്ന് പറയുന്നത് ഇതാണ് റോൾസ് ലോ എന്ന് പറയുന്നത്. അല്ലെ, P1 is equal to P1 into Chi1 is equal to, അതാണ് എന്തെന്ന് പറയുന്നത്? റോൾസ് ലോ എന്ന് പറയുന്നത്. ആ റോൾസ് ലോ ഒബേ ചെയ്യുന്ന എല്ലാ സൊല്യൂഷനാണ് ഐഡിയൽ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിൽ നിന്നൊരു ഡീവിയേഷൻ വന്നിട്ട് ഗ്രേറ്റർ ആണെങ്കിൽ അത് പോസിറ്റീവ് ഡീവിയേഷൻ എന്നും, ലെസർ ആണെങ്കിൽ അത് എന്താണ്? നോൺ ഐഡിയൽ സൊല്യൂഷൻ നെഗറ്റീവ് ഡീവിയേഷൻ എന്നായിരുന്നു. അതിനൊരു എക്സാമ്പിൾ ഡെൽറ്റ എക്സ് മിക്സും ഡെൽറ്റ വി. അവിടെ ഐഡിയൽ സൊല്യൂഷൻ ആകുമ്പോൾ അവിടെ എക്സ്ട്രാ ആയിട്ട് മിക്സിങ്ങോ അല്ലെങ്കിൽ എക്സ്ട്രാ ആയിട്ട് ഹീറ്റ് എനർജി ട്രാൻസ്ഫർ ഒന്നും നടക്കുന്നില്ല. നെക്സ്റ്റ് വൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എക്സാമ്പിൾസ് വെച്ചിട്ടുണ്ട്. ഏതെങ്കിലും ഒരു എക്സാമ്പിൾസ് എഴുതിയാൽ മതി. ഞാൻ സജസ്റ്റ് ചെയ്യാം നിങ്ങൾക്ക് ഈ NXiനും NHeptaiനും എഴുതാനാണ്, കൺഫ്യൂഷൻ ഇല്ലാതിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ ബ്രോമോ ഇതിനും ക്ലോറോ ഇതിനും എഴുതാം, അതും കറക്റ്റ് ആയിട്ടുള്ള എക്സാമ്പിൾ ആണ്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? മനസ്സിലാവുന്നുണ്ടോ? ക്രിയേറ്റീവ് നോട്ട് വന്നിട്ട് നമുക്ക് ഇതിൽ കിട്ടും, നമ്മുടെ ചാനലിൽ കിട്ടും കേട്ടോ. Next question, draw the hybridization scheme of CONH3 6 times plus 3 plus and the one based on valence bond theory. Predict the geometry and the magnetic behavior of the particular complex. So നമുക്ക് എന്താ ചോദിച്ചിരിക്കുന്നത്? നമ്മുടെ അടുത്ത് അവർ CONH3 6 times 3 plus എന്ന് പറയുന്ന കോമ്പൗണ്ട് തന്നിട്ടുണ്ട്.
അതാണ് തന്നിരിക്കുന്നത്. അതിന്റെ ജോമെട്രി മാഗ്നറ്റിക് ബിഹേവിയർ ആണ്. NH3 കൊബാൾട്ട് എന്ന് പറയുന്നത് മക്കളെ ഇത് ചോദിക്കുന്ന കേസാണ് കേട്ടോ. ഇത് എപ്പോഴും ചോദിച്ചിട്ടുണ്ട്, ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുള്ളതാണ്. അതായത് NH3 എന്ന് പറയുന്നത് ഈവൻ ദോ സ്പെക്ട്രോകെമിക്കൽ സീരീസിൽ ഹൈ ലിഗാൻഡ്സിൽ നിൽക്കുന്നതാണെങ്കിലും സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് അത് യൂഷ്വലി വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആയിട്ടാണ് എല്ലാ കോമ്പൗണ്ട്സിലും കാണാറ്. ഒരെണ്ണത്തിൽ മാത്രമാണ് സ്പെഷ്യാലിറ്റി വരുന്നത് നിങ്ങൾക്ക് കൊബാൾട്ട്. വെൻ ഇറ്റ് ഈസ് കൊബാൾട്ട് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണെങ്കിൽ അതെന്തായിട്ടാണ് നമ്മൾ പറയുന്നത്, ലിഗാൻഡ്സ് അതായത് അമോണിയ എന്നത് അപ്പം മാത്രമാണ് നമ്മൾ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യുന്നുള്ളൂ. സോ സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയിട്ട് എക്സ്പെക്ട് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ CO ഇസ് ഇൻ ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും. കൊബാൾട്ട് എന്ന് പറയുന്നത് +3 ഓക്സിഡേഷൻ സ്റ്റേറ്റിലാണ്. അതായത് അതിന്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് കൊബാൾട്ട് അല്ലേ, മാംഗനീസ് അയൺ കൊബാൾട്ട് 27 ആണ്. 27 - 3 - 18 എന്ന് പറയുമ്പോൾ 24 - 18 19 20 21 22 23 24. ഡി എന്ന് പറയുന്നത് എത്ര ഇലക്ട്രോൺസ് ആണ് ഉണ്ടാവുക? 6 ഇലക്ട്രോൺസ് ആയിരിക്കും ഉണ്ടാവുക. സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിൽ അവിടെ പെയറിംഗ് എന്തായിരിക്കും? അമോണിയ ഇതിൽ മാത്രമാണ് കേട്ടോ പെയറിംഗ് നടക്കുന്നുണ്ടായിരിക്കും അല്ലെ, പെയറിംഗ് നടക്കുന്നുണ്ടായിരിക്കും. അപ്പൊ ഇതിൽ എന്തുണ്ട്? ദേ വിൽ ബി ഹാവിങ് 2 എന്തുണ്ട്? 2 ഇന്നർ ഡി ഓർബിറ്റൽ ഉണ്ട് അല്ലെ. 2 ഇന്നർ ഡി ഓർബിറ്റൽ ഇസ് പ്രസന്റ്. ഈ ഡി ഓർബിറ്റലും ഇവിടെയുള്ള S ഓർബിറ്റലും പിന്നുള്ള P ഓർബിറ്റലും കൂടിയിട്ടാണ് നമുക്ക് എന്ത് കിട്ടുന്നത് മക്കളെ? നമുക്ക് ഇവിടെ എന്ത് കിട്ടുന്നത് എന്നാ പറയുന്നത്? ഇവിടെ ഹൈബ്രിഡൈസേഷൻ വരുന്നത് എന്നാണ് പറയുന്നത്. ഈ ഹൈബ്രിഡൈസേഷൻ ആണ് എന്തെന്ന് പറയുന്നത്? D2sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്. എന്താണ് ഈ ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത്? D2sp3 ഹൈബ്രിഡൈസേഷൻ എന്ന് പറയുന്നത് വെനെവർ അമോണിയ യൂഷ്വലി നമുക്ക് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് അല്ല, വീക്ക് ഫീൽഡ് ലിഗാൻഡ് ആണ്. കൊബാൾട്ടിന്റെ പ്രസൻസിൽ മാത്രമാണ്, CO+3 ഓക്സിഡേഷൻ സ്റ്റേറ്റിന്റെ പ്രസൻസിലാണ് എന്ത് പറയുന്നത്? വീക്ക് ഫീൽഡ് ലിഗാൻഡ് സ്ട്രോങ് ഫീൽഡ് ലിഗാൻഡ് ആയിട്ട് ആക്ട് ചെയ്യുന്നത്. ഓക്കെ, ഈവൻ ദോ ദേ ആർ ഇൻ ദ ഹൈ റേഞ്ച് ഓഫ് ദ സ്പെക്ട്രോകെമിക്കൽ സീരീസിൽ. അപ്പോൾ ഇനി ഇതിന്റെ മാഗ്നറ്റിക് ബിഹേവിയർ എന്ന് പറയുന്നത് നോ അൺപെയർഡ് ഇലക്ട്രോൺസ്, റൈറ്റ്? അവരെല്ലാരും ഡബിൾ ആണ്, കമ്മിറ്റഡ് ആണ്. അപ്പൊ അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല, നോ അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ്. അപ്പൊ അവര് പരസ്പരം പാര ചെയ്യില്ല. സോ ദേ ആർ മാഗ്നറ്റിക് ഇൻ നേച്ചർ. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? മനസ്സിലാവുന്നുണ്ടല്ലോ. സോ ഇതാണ് ഡ്രോ ദ ഹൈബ്രിഡൈസേഷൻ ആൻഡ് ദിസ് പെർട്ടിക്കുലർ ജോമെട്രി. The limiting molar conductivity of the weak electrolyte. Weak electrolyte ന്റെ limiting molar conductivity ആണ് ചോദിച്ചിരിക്കുന്നത്. അത് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യുക എന്നാണ് ചോദിച്ചത്. ഫാരഡേ ലോ ആണോ, കോർലാഷ്യസ് ലോ ആണോ, ഹെൻറി ലോ ആണോ, റോൾസ് ലോ ആണോ? റോൾസ് ലോ എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആണ്. ഹെൻറി ലോ എന്ന് പറയുന്നത് സോളിബിലിറ്റി ആണ്. ഫാരഡേ എന്ന് പറയുന്നത് നമ്മുടെ എത്ര എമൗണ്ട് കിട്ടിയിട്ടുണ്ട് എന്നുള്ളത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദി പെർട്ടിക്കുലർ ഇലക്ട്രിസിറ്റി പാസ്റ്റ്. നമുക്ക് ആ ഇലക്ട്രോണിൻ്റെ അടുത്ത് എത്ര amount of this particular one is liberated or substance liberated or given of an electrode is directly proportional to the electricity. ഫാരഡേ ലോ അല്ല, കോറാഷ്യസ് ലോ ആണ് നമുക്ക് എന്ത് നമ്മുടെ കണ്ടക്ടിവിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ലോ എന്ന് പറയുന്നത് കോറാഷ്യസ് ലോ ആണ്. എന്താ കോറാഷ്യസ് ലോ എന്ന് പറയുന്നത്? ലിമിറ്റിംഗ് മോളർ കണ്ടക്ടിവിറ്റി ഓഫ് എസ് ഇലക്ട്രോലൈറ്റ്സ് ഇസ് directly proportional. It can be found out by adding the molar conductivity of the സബ്സ്റ്റൻസ് രണ്ടിൻ്റെയും, അതിൻ്റെ ആനിയോൺസും കാറ്റിയോൺസും കൂടി ആഡ് ചെയ്താൽ നമുക്ക് കിട്ടും എന്നാണ് പറയുന്നത് ലിമിറ്റിംഗ് മോളർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. For a reaction A plus B gives C plus D, the rate equation is rate is equal to K concentration of A raised to 3/2 into concentration of B raised to 1/2. Give the overall order and the molecularity. എന്താ ചെയ്യേണ്ടത്? നമുക്ക് ഓവറോൾ ഓർഡറും കൊടുക്കണം, അതേപോലെ മോളിക്കുലാരിറ്റിയും കിട്ടണം. ഞാൻ പറഞ്ഞിരുന്നു ഓർഡർ എന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ ബി ഈക്വൽ ടു പവർ, ഇറ്റ് കനോട്ട് ബി ഈക്വൽ ടു പവർ ഓൾസോ. അപ്പൊ എന്തായിരിക്കും മക്കളെ? എവിടെ യെസ് ഓർഡർ എന്ന് പറയുന്നത് മോളിക്കുലാരിറ്റി ഓർഡർ ഫസ്റ്റ് ഓർഡർ ആണ് പറയാൻ പോകുന്നത് ടീച്ചർ. ഓർഡർ എന്ന് പറയുന്നത് ഓർഡർ ഇസ് ഈക്വൽ ടു 3/2 + 1/2 അല്ലെ. അതിന്റെ പവേഴ്സ് 3/2 + 1/2 എന്ന് പറയുന്നത് എത്രയും മക്കളെ? 3/2 + 1/2 is equal to 2. മോളിക്കുലാരിറ്റി എന്തായിരിക്കും? മോളിക്കുലാരിറ്റി എന്താ പറയുന്നത്? എയും ബിയും കൂടിയിട്ടാണ്. മോളിക്കുലാരിറ്റി അപ്പോൾ എന്തായിരിക്കും? മോളിക്കുലാരിറ്റി ആൻഡ് ദി ഓർഡർ ഓൾസോ വിൽ ബി ഈക്വൽ ടു യെസ് അദ്വൈത് വെരി ഗുഡ്. മോളിക്കുലാരിറ്റിയും ഓർഡറും കൂടിയിട്ട് എന്തായിരിക്കും? ഇറ്റ് വിൽ ബി ഈക്വൽ ടു 2 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. In the d block element, the radii of the third transition series are similar to those of the second transition series. തേർഡിന്റെയും സെക്കൻഡിന്റെയും ഒന്നാണ് എന്നാണ് പറയുന്നത്. അതെന്തുകൊണ്ടാണെന്നാണ് റീസൺ ചോദിച്ചിട്ടുണ്ട്. ഔട്ടർ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഓഫ് Cu2+ ion is 3d9. കാൽക്കുലേറ്റ് ദ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റം. കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയ മക്കളെ, ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയ വേഗം. എല്ലാവരും ചാറ്റിൽ മെസ്സേജ് ഇടേ.
വേഗം കാൽക്കുലേറ്റ് ചെയ്ത് പറഞ്ഞ ടീച്ചർക്ക്. ചെയ്തേ മക്കളെ. എന്തായിരിക്കും അതിന്റെ റീസൺ എന്നുള്ള ചാറ്റ് ബോക്സിൽ കൊടുത്തേ മക്കളെ. ചേച്ചി ചെയ്യാനറിയില്ല, നന്നായി മക്കളെ. ഇതിന്റെ റീസൺ ആണ് ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നത്. എങ്ങനെ വേണമെങ്കിലും ഞാൻ പറഞ്ഞില്ല നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാന്ന്. ലാന്തനോയിഡ് കോൺട്രാക്ഷൻ എന്ന് പറയുന്നതാണ് ഇതിന്റെ റീസൺ. ബിക്കോസ് ഓഫ് ദ പുവർ ഷീൽഡിംഗ് എഫക്റ്റ് കൊണ്ടാണ് ഒരേ സീരീസ് ആവുന്നത്, ഒരേ സൈസ് ആവുന്നത്. ഇനി Cu2+ ions is 3d9. കാൽക്കുലേറ്റ് ദ സ്പിൻ ഓൺലി മാഗ്നറ്റിക് മൊമെന്റം പറയുമ്പോൾ ഇതൊക്കെ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. 1 2 3 4 5 6 7 8 9 ഓൺലി 1 അല്ലേ. 3d9 എന്ന് പറയുമ്പോൾ 1 മാത്രമേ ഉള്ളൂ. അല്ലേ, √3 ആയിരിക്കും വരുന്നുണ്ടാവുക. √3ന്റെ വാല്യൂ എന്താന്ന് നോക്കിയിട്ട് ചെയ്യാം. ചെയ്തേ മക്കളെ, ചെയ്തോ? പക്ഷെ ജയിക്കും ഉറപ്പ്. അതെങ്ങനെ നീ വെച്ച് വെച്ചിട്ടുണ്ടാവും അല്ലേ? ബിറ്റ് വെച്ചിട്ടായിരിക്കും. √3 എന്ന് പറയുന്നത് ഓൾമോസ്റ്റ് 1.7 ആണ് തോന്നുന്നു. 1.7 ആണ് കേട്ടോ √3 എന്ന് പറയുന്നത്. √3 1.7. ഓക്കെ, നെക്സ്റ്റ് എത്തനോൾ എന്താ? മിത്തോക്സി മീത്തേൻ. എത്തനോൾ എന്ന് പറയുന്നത് CH3 CH2OH എത്തനോൾ ആൻഡ് മീത്തോക്സി മീത്തേൻ CH3OCH3. Okay, methoxy methane are the functional isomers, but the ethanol has higher boiling point than the methoxy methane. Explain. ethanol higher boiling point ഉള്ളത്. അത് എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. എക്സ്പ്ലെയിൻ ചെയ്തേ മക്കളെ. ഹൗ വിൽ യു ഫൈൻഡ് ഔട്ട് ഇറ്റ്? എങ്ങനെ കണ്ടെത്തും നിങ്ങൾ? നല്ല ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ടീച്ചറാണ് വരുന്ന വെച്ചാൽ നീ എങ്ങനെ ബിറ്റെടുത്ത് എഴുതാ?
ചെയ്തിട്ട് പറഞ്ഞ മക്കളെ. അതായത് എത്തനോൾ എന്ന് പറയുന്നതിന് എന്തുണ്ട്, ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ട് അല്ലേ, ഡ്യൂ ടു ദി intermolecular hydrogen bonding, due to the intermolecular hydrogen bonding ലോണ്ടാണ് ഇത് വരുന്നത് കേട്ടോ മക്കളെ. Next question, cis isomer of PTNH3 twice Cl2 is used to inhibit the growth of tumors. Give the IUPAC name of PTNH3 twice Cl2. Give the structure of the cis and trans of PTNH3 twice Cl2. മക്കളെ PTNH3 twice Cl2 എന്ന് പറയുന്നതിന്റെ IUPAC നെയിം എന്തായിരിക്കും? ഇത് മൊത്തത്തിൽ നോക്കുമ്പോൾ അമീൻസിനും ക്ലോറിനും, അമീൻസിനാണ് ഇമ്പോർട്ടൻസ്. അപ്പൊ ഡൈ അമീൻ അല്ലെ, ഡൈ അമീൻ ഡൈ ക്ലോറിഡോ പ്ലാറ്റിനം ഇതിൽ 0 ആയിട്ട് വരും. ഇത് -2 അങ്ങോട്ട് പോകുമ്പോൾ 2 ആയിട്ട് വരും, +2 ആയിരിക്കും. സോ ഡൈ അമീൻ ഡൈ ക്ലോറിഡോ പ്ലാറ്റിനം 2 എന്ന് പറയുന്നതായിരിക്കും അതിന്റെ IUPAC നെയിം എന്ന് പറയുന്നത്. ഇത് എപ്പോഴും ചോദിക്കൂട്ടെ, ഈ ഒരൊറ്റ ക്വസ്റ്റിനെ ചോദിക്കും നിങ്ങൾക്ക് സിസ് ഐസോമറിനും മറ്റേ ട്രാൻസ് ഐസോമറിനും. ഓക്കെ, Cl NH3 NH3. ഓക്കെ, ഇനി ഇവിടെ ഇതായിരിക്കും ഇതിന്റെ സിസ്, ഇത് ട്രാൻസ്. നെക്സ്റ്റ് ക്വസ്റ്റൻ, മിക്സ്ചർ ഓഫ് അൺഹൈഡ്രസ് NaCl2 ആൻഡ് കോൺസെൻട്രേറ്റഡ് HCl. അൺഹൈഡ്രസ് NaCl2 ആൻഡ് കോൺസെൻട്രേറ്റഡ് HCl എന്ന് പറയുന്നത് എന്താണ് മക്കളെ? ലൂക്കാസ് റിയേജന്റ് ആണ്. ഇറ്റ്സ് ആൻ ഇമ്പോർട്ടന്റ് റിയേജന്റ് ടു യൂസ് ടു ഡിസ്റ്റിംഗ്വിഷ് പ്രൈമറി, സെക്കൻഡറി, ടെർഷ്യറി. ഹൗ അബൌട്ട് ദ റിയേജന്റ് ഈസ് യൂസ്ഡ് ടു ഡിസ്റ്റിംഗ്വിഷ് ദ 3 types of alcohol? ടെർഷ്യറി ആണെങ്കിൽ turbidity will be forming within seconds, secondary ആണെങ്കിൽ 5 to 10 minutes, and primary ആണെങ്കിൽ ഹീറ്റ് ചെയ്താലേ മാത്രമേ കിട്ടുള്ളൂ. ഇനി predict the product formed in the reaction CH3CH2 or OH. ആൽക്കഹോൾ കോൺസെൻട്രേറ്റഡ് H2SO4 ആയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ CH3CH2OH. Kelvin ആണെങ്കിൽ നമുക്ക് ഇവിടെ എന്താ കിട്ടുക മക്കളെ? ആൽക്കീൻസ് ആണ് കിട്ടുക. ഇനി ഇതേ വന്ന് സെയിമിൽ കോൺസെൻട്രേറ്റഡ് HSO4 കോൺസെൻട്രേറ്റഡ് HSO4 413 Kelvin ആണെങ്കിൽ നമുക്ക് അവിടെ എന്താ കിട്ടുന്നുണ്ടാവുക? ഈതറായിരിക്കും കിട്ടുന്നുണ്ടാവുക കേട്ടോ. സെൽഫ് റിയാക്ഷൻ ആണ് അത് പോവുക. മനസ്സിലാവുന്നുണ്ടല്ലോ? ഇതൊക്കെ ചോദിക്കും കേട്ടോ. ക്ലിയർ ആണോ മക്കളെ? ഇത്രയും ക്ലിയർ ആണോ? യെസ്. ഇനി ശ്രീകണ്ഠേശ്വര, അങ്ങനെ സ്ട്രിക്റ്റ് ടീച്ചറൊന്നും വരത്തില്ല. വരാതിരുന്ന നിനക്ക് കൊള്ളാം. വരാതിരുന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്തിട്ട് പാസ്സാവാം. വന്നു കഴിഞ്ഞാൽ ഒന്നുമില്ല. വന്നു കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കാം. ടെർഷ്യറി ഇമീഡിയറ്റ് ആയിട്ടുള്ള ടർബിഡിറ്റി കിട്ടും. സെക്കൻഡറി ആണെങ്കിൽ 5 to 10 minutes ആയിരിക്കും. പ്രൈമറി ആണെങ്കിൽ എന്തായിരിക്കും? ഒരു 10 minutes. അത് ഹീറ്റ് ചെയ്താലാണ് നമുക്ക് കിട്ടുള്ളൂ. മനസ്സിലായോ? ഇനി ടീച്ചർ കുറച്ച് എക്സ്ട്രാ സാധനങ്ങൾ എടുക്കട്ടെ. അതായത് പഠിച്ചവർക്കുള്ളതാണ്. അതായത് കുറച്ച് പഠിച്ചൊരു ഐഡിയ ഉള്ളവർക്കുള്ള ഒരു ഫ്ലോ ചാർട്ടാണ് ടീച്ചർ എടുക്കാൻ പോകുന്നത്. ശ്രദ്ധിക്കുക കേട്ടോ. നമ്മുടെ ഹാലോ ആൽക്കെയിൻസിൽ വരുന്ന എല്ലാ മെക്കാനിസംസും എല്ലാ റിയാക്ഷൻസും കൂടിയിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ മക്കളെ. അതായത് ഇത് കാണുമ്പോൾ ഇത് എന്തുവാന്ന് വിചാരിക്കും. ഇതൊന്നുമില്ല, നമ്മൾ പറഞ്ഞുതരാം. അത് നമ്മുടെ 1-chloro-propane എന്ന് പറയുന്നത് ഉണ്ടല്ലോ. 1-chloro-propane എന്ന് പറയുന്നത് എന്താണ്? CH3 മെത്ത് പ്രൊപ്പ് Cl ഇതാണ്. അതായത് ക്ലോറിൻ ഗ്രൂപ്പ് ഉണ്ട്. ഇതാണ് എന്ത് പറയുന്നത്? ക്ലോറോപ്രൊപ്പൈൻ. 1-chloro-propane or chloro-propane എന്ന് പറയുന്നത്. അതിലേക്ക് ഫോളോ ചെയ്ത് വരുന്ന റിയാക്ഷൻസ് ആണ് ഇവിടെ പറയാൻ പോകുന്നത് കേട്ടോ. ശ്രദ്ധിക്കുന്നുണ്ടോ? കാണാൻ പറ്റുന്നുണ്ടോ നിങ്ങൾക്ക് ഇത്? ഫസ്റ്റ് ഓഫ് ഓൾ ഓക്കെ.
സ്റ്റാർട്ടിങ് നമ്മുടെ ഈ 1-chloro-propane എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതുകൊണ്ടാണ് ഈ ആരോ മാർക്ക്. ആൽക്കഹോൾസിലേക്ക് നമ്മൾ എന്ത് ആഡ് ചെയ്താൽ മതി? PCl5 PCl3 SOCl2. ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് എന്ത് ചെയ്യാനാണ്? SOCl2 ആഡ് ചെയ്യേണ്ടതാണ്. ബിക്കോസ് അവിടെ ബാക്കിയുള്ള പ്രൊഡക്ട്സ് എന്താണ് ബാഷ്പമായിട്ട് വേപ്പറായിട്ട് പോകുന്നതുകൊണ്ട്. അതുകൊണ്ട് നമുക്ക് എന്ത് കിട്ടും? CH3 CH2 CH2Cl എന്ന് വരും. അല്ലെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഇങ്ങനെ എഴുതിയാലും മതി. ശരി, ഇവിടെ ഞാൻ എഴുതി വെച്ചതുകൊണ്ട് ഞാൻ തന്നെ കൊടുക്കാം. CH3 CH2 CH2Cl എന്ന് കിട്ടും. ഈ തന്നിരിക്കുന്നതിലേക്ക് നമ്മൾ KCN ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ക്ലോറിന് പകരം എന്തായിരിക്കും? CN ഗ്രൂപ്പ് ആയിരിക്കും വരുന്നുണ്ടാവുക, നൈട്രൈൽ ഗ്രൂപ്പ് ആയിരിക്കും വരുന്നുണ്ടാവുക. നൈട്രൈൽ ഗ്രൂപ്പിന് ഹൈഡ്രോളസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റീഫൻ റിയാക്ഷൻ ഉണ്ടല്ലോ, അതിന്റെ ഫോളോ അപ്പ് ആണ് വരുന്നത് കേട്ടോ. അതിലേക്ക് ആൽഡിഹൈഡ് ആണ്. ആൽഡിഹൈഡിനെ വീണ്ടും ഹൈഡ്രോളസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? അതിലേക്ക് CN മാറ്റിയിട്ട് എന്തായിരിക്കും? COH ഗ്രൂപ്പ് ആയിരിക്കും, ബ്യൂട്ടനോയിക് ആസിഡ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഹൈഡ്രോളസിസ് ഓഫ് നൈട്രൈൽ ഗ്രൂപ്പ് ആണ്, ബ്യൂട്ടനോയിക് ആസിഡ് കിട്ടും. ഫസ്റ്റ് വൺ. ഇനി ഈ സംഭവം അക്വസ് NaOH വെച്ചിട്ടാണെങ്കിൽ, അക്വസ് NaOH ആണ്, ആൽക്കഹോളിക് NaOH ആണ്. അക്വസ് ആണെങ്കിൽ എൻ്റെ അമ്മ, അക്വസ് ആണെങ്കിൽ പോയി സൗണ്ട് പോയി ഗൈസ്, SN1 SN2 ആയിരിക്കും അക്വസ് ആണെങ്കിൽ. അതിലേക്ക് എന്തായിരിക്കും? അപ്പൊ നമുക്ക് കിട്ടുക ആൽക്കഹോൾ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. CL മാറിയിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആൽക്കഹോൾ വന്നിട്ടുണ്ടായിരിക്കും. ഇനി ആ 1-chloro-propane NA ഈതറിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ, NA ഈതർ എന്ന് പറയുന്നത് എന്താണ്? 1-chloro-propane സോഡിയം ഈതറിന്റെ പ്രസൻസിലാണ് നമ്മൾ നടക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? N-hexane ആണ് കിട്ടുന്നത് അല്ലെ. ഈതർ നമ്മള് എന്താ പറയാ, നമ്മുടെ ഈതറിന്റെ സിന്തസിസ് ഉണ്ടല്ലോ, വൂട്ട്സ് റിയാക്ഷൻ, അതാണ് പറയുന്നത്. വൂട്ട്സ് റിയാക്ഷൻ ആണ് പറയുന്നത്. അതാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ഹെക്സൈന് കിട്ടും. കാരണം ഇവിടെ 3 കാർബൺ ആണ്. 3 കാർബൺ കൂടി സെയിം കാർബണിന്റെ കൂടെ തന്നെ ചെയ്യുന്നത് RX ഇൻ ദ പ്രസൻസ് ഓഫ് RX കൂടിയിട്ട് NA ഈതറിന്റെ പ്രസൻസിൽ കിട്ടുന്ന വൂട്ട്സ് റിയാക്ഷൻ. അതാണ് ഈ റിയാക്ഷൻ. ഇനി AgCN ആണെങ്കിൽ CE ഗ്രൂപ്പ് ആയിരിക്കും പോയിട്ട്, AgCN ആണെങ്കിൽ N ഗ്രൂപ്പ് ആയിരിക്കും പോയിട്ട് അറ്റാച്ച് ചെയ്യുന്നുണ്ടാവുക അല്ലെ. AgCN ആണെങ്കിൽ N ഗ്രൂപ്പ് ആണ്, ഐസോനൈട്രൈൽ ആയിട്ടാണ് വരിക. ഇനി അതിൽ തന്നെ KCN ആണെങ്കിൽ നമ്മൾ എന്തായിരുന്നു? C ഗ്രൂപ്പ് ആയിരുന്നു. നമ്മൾ ഇങ്ങനെയാണ് ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലെ. ബോണ്ട് ബ്രേക്ക് ചെയ്ത് C ആയിരുന്നു, ആംബിഡെന്റേറ്റ് ലിഗാൻഡ് ആയിരുന്നു. ബോണ്ട് ബ്രേക്ക് ചെയ്ത് C ആയിരുന്നു അവിടെ പോയിട്ടുണ്ടാവുക. അതിന്റെ റീസൺ എന്തായിരുന്നു? നമുക്ക് അയോണിക് ക്യാരക്ടർ ആയതുകൊണ്ടാണ് ബോണ്ട് ബ്രേക്കിംഗ് വന്നത്. ഇനി ഇത് ആൽക്കഹോളിക് KOHനാണ് ഈ ക്ലോറോപ്രൊപ്പൈൻ എന്ന് പറയുന്നത് റിയാക്ട് ചെയ്യുന്നതെങ്കിൽ അവിടെ എലിമിനേഷൻ റിയാക്ഷൻസ് ആണ് നടക്കുക. അത് എപ്പോഴും ശ്രദ്ധിക്കുക കേട്ടോ. ആൽക്കഹോൾ എന്ന് പറയുമ്പോൾ ഭയങ്കര ആൽക്കഹോൾ ആയിട്ടുള്ളത് എലിമിനേഷൻ റിയാക്ഷൻ ആയിരിക്കും. അതിന് പ്രൊപ്പീൻ ആണ് നമുക്ക് കിട്ടുക എലിമിനേഷൻ റിയാക്ഷൻ വഴി. ഇനി പ്രൊപ്പീനെ നമുക്ക് എന്തൊക്കെ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൊപ്പീൻ കിട്ടിയിട്ടുള്ള പ്രൊപ്പീനിലേക്ക് നമ്മൾ HBr പെറോക്സൈഡിന്റെ പ്രസൻസിലാണ് നടത്തുന്നതെങ്കിൽ അവിടെ എന്താണ് വരുന്നത്? ആന്റി മാർക്കോനിക്കോസ് ആണ് വരുന്നത്. നമ്മുടെ നെഗറ്റീവ് സൈഡ് ഓഫ് ദിസ് പെർട്ടിക്കുലർ BR ഗ്രൂപ്പ് വിൽ ബി ഗോയിങ് ടു ദ കാർബൺ വിച്ച് ഇസ് ഹാവിംഗ് മോർ നമ്പർ ഓഫ് കാർബൺ അല്ല നെഗറ്റീവ് സൈഡ്. അങ്ങനെയാണ് ഇവിടേക്ക് വന്നത്. ഇത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഫിംഗൽസ്റ്റൺ റിയാക്ഷൻ ചെയ്യാൻ പറ്റും. സൾഫർ ഓക്സിഡേഷൻ നമ്മുടെ ഹാലോജൻ എക്സ്ചേഞ്ച് മെത്തേഡ് വെച്ചിട്ടാണ് AgF അസറ്റോണിന്റെ പ്രസൻസ് ചെയ്തിട്ട് നമുക്ക് അയോഡോപ്രൊപ്പൈൻ കിട്ടും, ഫ്ലൂറോപ്രൊപ്പൈൻ കിട്ടും. സ്പെസിഫിക് ആയിട്ടുള്ള റിയാക്ഷൻസ് ആണ്. ഓക്കെ. ഇനി ഇത് HCl പ്രസൻസിലാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും? ഇവിടേക്ക് അഡീഷൻ, നമ്മുടെ നോർമൽ ആയിട്ടുള്ള മാർക്കോനിക്കോസ് അഡീഷൻ നടന്നത് നമുക്ക് എന്ത് കിട്ടും? 2-chloro-propane കിട്ടും. മനസ്സിലാവുന്നുണ്ടോ? 1-chloro-propane എന്ന് നമുക്ക് ആൽക്കഹോളിക് KOH ചെയ്ത പ്രൊപ്പീൻ കിട്ടും. പ്രൊപ്പീനിന് HCl എഴുതി കഴിഞ്ഞാൽ 2-chloro-propane. ഇറ്റ് ഇസ് മാർക്കോനിക്കോസ് റൂൾ. ഇവിടെ ആന്റി മാർക്കോനിക്കോസ് റൂൾ. ഇനി ഇവിടെ B2H6 പ്രസൻസിൽ നമ്മുടെ ഹൈഡ്രോബറേഷൻ, ആൽക്കഹോൾ കിട്ടാനുള്ള റിയാക്ഷൻസ്, ആൽക്കഹോൾസ് കിട്ടാണ് നമുക്ക് എന്താണ് നിൽക്കുന്നത്? ആന്റി മാർക്കോനിക്കോസ് റൂൾ ആണ് കിട്ടുന്നത്. പ്രൊപ്പനോൾ കിട്ടും. അതെ, മോർ നമ്പർ ഓഫ് ഹൈഡ്രജനിലേക്ക് OH ആഡ് ചെയ്തു. ഇനി H+H2O ആണെങ്കിൽ നമുക്ക് നോർമൽ ആയിട്ടുള്ള നമ്മുടെ മറ്റേ ആസിഡ് കാറ്റലൈസ്ഡ് റിയാക്ഷൻ ഉണ്ടല്ലോ, ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ റിയാക്ഷൻ, ഹൈഡ്രേഷൻ വാട്ടർ ഇൻ ദ പ്രസൻസ് ഓഫ് ദി ഒരു ആസിഡ് H+ന്റെ പ്രസൻസിലാണെങ്കിൽ നമുക്ക് എന്തായിരിക്കും? മാർക്കോനിക്കോസ് അഡീഷൻ ആണ് വരുന്നത്. പ്രൊപ്പൈൻ 2-ol ആയിരിക്കും. അപ്പോൾ 2-chloro-propane നിന്ന് നമുക്ക് ഇത്രയും ക്യാരക്ടറിസ്റ്റിക്സ് റിയാക്ഷൻസ് നടക്കുന്നുണ്ട്. ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേ മക്കളെ, ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേ എല്ലാരും.
നോട്ട് ചെയ്ത് വെച്ചോ? ഓക്കെ, നെക്സ്റ്റ് വൺ മക്കളെ, ഇത് നെക്സ്റ്റ് ആൽക്കഹോളിന്റെ ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻ ആണ്. അതായത് നമുക്കറിയാം, ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് മെത്തേത്ത് പ്രൊപ്പനാൾ എന്ന്, അതായത് ആൽഡിഹൈഡിൽ നിന്ന് നമുക്ക് ആൽക്കഹോൾ കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ആൽഡിഹൈഡിൽ നിന്ന് ആൽക്കഹോൾ കിട്ടണമെങ്കിൽ നമ്മൾ തിരിച്ചിങ്ങോട്ട് വരണം അല്ലേ? ആൽഡിഹൈഡിൽ നിന്ന് ആൽഡിഹൈഡിൽ നിന്ന് ആൽക്കഹോൾ കിട്ടണമെങ്കിൽ തിരിച്ചിങ്ങോട്ട് വരണം. ആൽക്കഹോൾ ആൽഡിഹൈഡ് ആസിഡ് ആണല്ലോ, തിരിച്ചിങ്ങോട്ട് വരണമെങ്കിൽ റിഡക്ഷൻ ആണ്. റിഡക്ഷൻ ഇൻ ദ പ്രസൻസ് ഓഫ് LiAH4 ചെയ്യാം, NaBH4 ചെയ്യാം. അതേപോലെ കാറ്റലറ്റിക് ഹൈഡ്രോജനേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ആൽക്കഹോൾ കിട്ടുന്നുണ്ട്. സെയിം നമ്പർ ഓഫ് ആൽക്കഹോൾ ആണ് കിട്ടുന്നത്. കാർബൺ സെയിം നമ്പർ ആണ്. ഇവിടെയും 3 ആണ്, ഇവിടെയും 3 ആണ്. ഇനി അതിലേക്ക് നമ്മൾ എന്താ ചെയ്യുന്നത്? ഓക്സിഡേഷൻ നടക്കുവാണെങ്കിൽ ആൽക്കഹോളിന് സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ആണെങ്കിൽ നമ്മൾ ആൽഡിഹൈഡോ കീറ്റോൺസോ ഫോം ചെയ്ത് നേരെ എന്ത് ചെയ്യും? ആസിഡ് ഫോം ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? ആസിഡ്, നമുക്ക് ആൽക്കഹോൾ, ആൽഡിഹൈഡ്, കീറ്റോൺ, ആസിഡ്, ഇതായിരുന്നു നമ്മുടെ കട്ട് ഷോർട്ട് ആയിരുന്നത് അല്ലെ? ഇതിൽ നിന്ന് അങ്ങോട്ട് പോകണമെങ്കിൽ നമ്മൾ ഓക്സിഡേഷൻ ചെയ്യണം, അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് ബാക്ക്വേർഡ് ആണെങ്കിൽ റിഡക്ഷൻ ചെയ്യണം. അപ്പൊ കിട്ടിയ ആൽക്കഹോളിൽ നല്ല സ്ട്രോങ് ആയിട്ടുള്ള K2Cr2O7 അല്ലെങ്കിൽ KMnO4 ഒക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നേരെ ആൽഡിഹൈഡ് ആകാൻ നേരെ ആസിഡ് ആയിട്ടാണ് പോകുന്നത്, പ്രൊപ്പനോയിക് ആസിഡ്. ഫസ്റ്റ് റിയാക്ഷൻ. ഇനി തന്നിരിക്കുന്ന ഈ പെർട്ടിക്കുലർ ആൽക്കഹോൾ എന്ന് പറയുന്നത് നമ്മുടെ CrO3PCC പ്രസൻസിൽ, അതായത് ഇത് ഓക്സിഡേഷൻ ആണ് നടക്കുന്നതെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുന്നത് മക്കളെ? നമുക്ക് എന്താ കിട്ടുന്നത്? ആൽഡിഹൈഡ് ആണ് കിട്ടുന്നത്. ആൽഡിഹൈഡ് എന്നത് പ്രൈമറി ആൽക്കഹോളാ. പ്രൈമറി ആൽക്കഹോൾ എന്ന് കിട്ടുന്നത് നമുക്ക് ആൽഡിഹൈഡ്, പ്രൈമറി ആൽക്കഹോൾ ആണത്. പ്രൈമറി ആൽക്കഹോളിൽ നിന്ന് നമുക്ക് എന്താ കിട്ടുന്നത് മക്കളെ? ആൽഡിഹൈഡ് ആണ് കിട്ടുന്നത്. ഈ ആൽഡിഹൈഡിലേക്ക്, അതായത് പ്രൊപ്പനോളിൽ നിന്ന് നമ്മൾ കോൺസെൻട്രേറ്റഡ് H2SO4 ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? അവിടെ ആൽക്കീൻസ് കിട്ടും അല്ലേ? അവിടെ എലിമിനേഷൻ റിയാക്ഷൻസിൽ കോൺസെൻട്രേറ്റ് H2SO4 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആൽക്കീൻസ് കിട്ടും. ഈ ആൽക്കീൻസിലേക്ക് B2H6 ചെയ്യുമ്പോൾ ഡൈബറേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നെഗറ്റീവ് സൈഡ്. ആന്റി മാർക്കോനിക്കോസ്ട്രോള് പോകും. മാർക്കോനിക്കോസ്ട്രോൾ ആണ് എന്ത് പറയുന്നത്? ആസിഡ് കാറ്റലൈസ്ഡ് ഹൈഡ്രേഷൻ എന്ന് പറയുന്നത്. ഇനി തന്നിരിക്കുന്ന നമ്മുടെ എത്തനാൾ, അതായത് നമ്മുടെ ആൽഡിഹൈഡ് CH3MgBr ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ദിസ് ഈസ് ആക്ച്വലി നമുക്ക് ഓർമ്മയുണ്ടാവും, MgRന് CH3MgR എന്ന് പറയുന്നത് HCH ഫോർമാൽഡിഹൈഡ് ആണെങ്കിൽ, അതേപോലെ നമ്മുടെ നോർമൽ ആയിട്ടുള്ള ബാക്കിയുള്ള ആൽഡിഹൈഡൊക്കെ എന്താ നമുക്ക് കിട്ടിയിരുന്നത്? സെക്കൻഡറി ആൽക്കഹോൾ നമുക്ക് തരുമായിരുന്നു. സെക്കൻഡറി ആൽക്കഹോൾ കിട്ടി. ഇനി നെക്സ്റ്റ് വേണ്ടത് എന്ന് പറയുന്നത് പ്രൊപ്പനോൺ എന്ന് പറയുന്നതിലേക്ക് നമുക്ക് റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് പ്രൊപ്പനോൺ എന്ന് പറയുന്നത് റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ സെക്കൻഡറി ആൽക്കഹോൾ ആണ് നമുക്ക് കിട്ടുന്നത്. ആൽഡിഹൈഡ് ആണെങ്കിൽ അത് പ്രൈമറി ആൽക്കഹോൾ ആയിരിക്കും. ആൽഡിഹൈഡ് ആണെങ്കിൽ പ്രൈമറി ആൽക്കഹോൾ ആയിരിക്കും. കീറ്റോൺ ആണെങ്കിൽ സെക്കൻഡറി ആൽക്കഹോൾ ആയിരിക്കും. ഈ സെക്കൻഡറി ആൽക്കഹോളിലേക്ക് നമ്മൾ H3PO4 നമ്മുടെ ഹൈഡ്രജൻ, നമ്മുടെ H2SO4 ഇൻ ദ പ്രസൻസ് ഓഫ് 443 ഉണ്ടായിരുന്നില്ലേ? എലിമിനേഷൻ റിയാക്ഷൻ പോലെ തന്നെ റിയാക്ഷൻ ആണ് കേട്ടോ. ഇതും ഓർ H2SO4 at 443 കെൽവിന് നമുക്ക് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് കിട്ടുക? ഡബിൾ ബോണ്ട് ആണ് കിട്ടുക. അത് 413 കെൽവിൻ ആണെങ്കിൽ അവിടെ എന്തായിരിക്കും ചെയ്യുന്നുണ്ടാവുക? ഈതർ ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ഓർക്കുന്നുണ്ടോ? ഓക്കെ. ഇനി പ്രൊപ്പൈൻ ടു വാൾ നമ്മൾ CrO3 ചെയ്ത് കഴിഞ്ഞാൽ, ഓക്സിഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ മൈൽഡ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജന്റ് ആണ് CrO3 ചെയ്യാം, അല്ലെങ്കിൽ C2 നമ്മുടെ കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്താലും നമുക്ക് എന്താണ് കിട്ടുന്നത്? അതായത് ഓക്സിഡേഷൻ ആണ് നടക്കുന്നത് അല്ലെ? ആൽക്കഹോളിൽ നിന്ന് നമുക്ക് എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക? കീറ്റോൺസ് ആയിരിക്കും. ബിക്കോസ് സെക്കൻഡറി ആൽക്കഹോൾ ഗിവ്സ് കീറ്റോൺസ്. പ്രൈമറി ആൽക്കഹോൾ ഓക്സിഡേഷൻ നടക്കുകയാണെങ്കിൽ അതെന്തായിരിക്കും? ആൽഡിഹൈഡ് ആയിരിക്കും. ഇത് സെക്കൻഡറി ആൽക്കഹോൾ ആണ് കേട്ടോ. ഇനി ഈ കീറ്റോണിനെ നമ്മൾ MgBr വെച്ചിട്ട് നമ്മുടെ ഗ്രിഗ്നാട്രി ഏജന്റ് വെച്ച് റിയാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? ടേർഷ്യറി ആൽക്കഹോൾ ആണ് കിട്ടുക അല്ലേ? മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഈ റിയാക്ഷൻ മനസ്സിലാവുന്നുണ്ടോ? ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻ ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഫ്ലോ ചാർട്ട് പോലെയാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഫീനോൾ ആണ്. ഫീനോളിന്റെ ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻ ആണ്. ലിസൺ കെയർഫുള്ളി. സാലിസിലിക് ആസിഡ് ആണ് ഫസ്റ്റ് വരുന്നത്. സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത് എന്തായിരുന്നു? നമുക്ക് ടോപ്സ് റിയാക്ഷൻ ആണ്. സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത് NaOH CO2 പിന്നെ ആസിഡിക് ആസിഡ് H+ പ്രസൻസിൽ നമുക്ക് എന്ത് കിട്ടുമായിരുന്നു? ഓർത്തോ ഹൈഡ്രോക്സി ബെൻസോയിക് ആസിഡ്, സാലിസിലിക് ആസിഡ് എന്ന് പറയുന്നത്. അത് റിമട്ടിമർ റിയാക്ഷൻ ആണെങ്കിൽ എന്തായിരിക്കും? ആൽഡിഹൈഡ് ആയിരിക്കും നമുക്ക് ഇവിടെ കിട്ടുക. CHCl3 പ്രസൻസിലായിരിക്കും നടക്കുന്നുണ്ടാവുക. ബ്രോമിൻ വാട്ടർ എക്സസ് ആയിട്ട് ആഡ് ചെയ്യുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും?
കിട്ടും? 2,4,6 ട്രൈബ്രോമോ ഫീനോൾ എന്ന രീതിയിലേക്ക് കിട്ടും. ഇനി ബ്രോമിൻ വാട്ടർ നമുക്ക് 2,4,6 ഇനി അത് ഞാൻ പറയാം കേട്ടോ, ഒരു മിനിറ്റ്. ഇനി നമുക്ക് കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള HNO3 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 2,4,6 ട്രൈ നൈട്രോ ഫീനോൾ കിട്ടും. പിക്രിക് ആസിഡ് ആണ് അത് കിട്ടുന്നത്. ZN ഫീനോളിന്റെ ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻ ആണ്. ZNലേക്ക് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ ജസ്റ്റ് ബെൻസിൻ മാത്രമേ കിട്ടുള്ളൂ കേട്ടോ. ഇത് ഇമ്പോർട്ടന്റ് ആണ്. സിങ്ക് ഡസ്റ്റ് യൂസ് ചെയ്തിട്ടാണ്, ZN ഡസ്റ്റ് ആണ് യൂസ് ചെയ്തത്, സിങ്ക് ഡസ്റ്റ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യാറ് കേട്ടോ. ഇനി നെക്സ്റ്റ് നമ്മള് ഇനി ഫീനോൾ എങ്ങനെയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് കേട്ടോ. ഫീനോൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഹാലോ ആൽക്കീൻസിൽ പഠിക്കുന്നുണ്ട്. ക്ലോറോ ബെൻസീനിലേക്ക് നമ്മൾ NaOH റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ NaOH റിയാക്ട് ചെയ്ത് ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫീനോൾ കിട്ടുന്നുണ്ട്. ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻസ് ഓഫ് ഹാലോ അറൈൻസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അനിലിൻ ബെൻസിൻ ഡൈസോഡിയം ക്ലോറൈഡ് വെച്ചിട്ട് NaNO2 വെച്ച് ബെൻസിൻ ഡൈസോഡിയം ക്ലോറൈഡ് കിട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്താൽ മതി? നമ്മൾ എന്താ സാൻമേയർ റിയാക്ഷനോ ഗാറ്റർമാൻ റിയാക്ഷനോ വഴി അല്ലെ, ഫീനോൾ ആണല്ലോ, സോറി, വാട്ടർ ആഡ് ചെയ്താൽ മതി. ഫിനോൾ അല്ലേ, ബെൻസിൻ അത് ക്ലോറിൻ ആണെങ്കിലാണ് സാൻമേറോ അല്ലെങ്കിൽ ഗാറ്റർമാനോ. ഇത് വാട്ടർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ OH ഇൻ ദ പ്രസൻസ് ഓഫ് വാം വാട്ടർ ആഡ് ചെയ്താൽ നമുക്ക് ഫിനോൾ കിട്ടും. ഇനി നമ്മുടെ ക്യുമിനി ഉണ്ടല്ലോ, CH3 നമ്മുടെ രണ്ടാമത്തെ കാർബണിൽ ബെൻസിൻ റിംഗ് കൊടുക്കുന്നത്, അതിലേക്ക് വാട്ടർ നമുക്ക് അതിലേക്ക് ഓക്സിജൻ ആഡ് ചെയ്താലും നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ഫീനോൾ കിട്ടുന്നുണ്ട്. നമ്മൾ ഈ സിങ്ക് ഡസ്റ്റ് നിന്ന് കിട്ടിയിട്ടുള്ള നമ്മുടെ ബെൻസീനിലേക്ക് Cl2 ഇൻ ദ പ്രസൻസ് ഓഫ് അൺഹൈഡ്രസ് AlCl3 കൂട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? ക്ലോറോ ബെൻസിൻ കിട്ടുന്നുണ്ട്. ക്ലിയർ ആണല്ലോ മക്കളെ? ഇതൊരു ജസ്റ്റ് ഒരു എന്താ പറയാ, നിങ്ങൾക്ക് ഒരു ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻ, ഒരു മൊത്തത്തിലൊരു ഫ്ലോ ചാർട്ട് കിട്ടാൻ വേണ്ടിയിട്ടാട്ടോ. ഇനി നെക്സ്റ്റ് ഈതർ ആണെങ്കിൽ ഈതറിന്റെ പ്രിപ്പറേഷൻ ആണ്. ഈതറിന്റെ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫീനോളിൽ നിന്ന് NaOH ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നുണ്ട് ഈതർ എന്ന് പറയുന്നത് അനിസോൾ ആണ്. അനിസോളിൽ നിന്ന് നമുക്ക് ഇവിടെ ബ്രേക്ക് ചെയ്തിട്ട്, അതായത് അപ്പോൾ ഫീനോളിന്റെ നമ്മുടെ ഈതറിന്റെ എന്താണ് റിയാക്ടിവിറ്റിയാണ് നമ്മൾ ഈ പറഞ്ഞ പോലെ ബ്രേക്കിങ്ങും ബോണ്ട് ബ്രേക്കിംഗ് ആണ് പറയുന്നത്. ഇവിടെ ആയിരിക്കും ബോണ്ട് ബ്രേക്ക് ചെയ്യുക, ഫിനോൾ കിട്ടും. CH3 ഫിനോളിൽ നിന്ന് തന്നെ നമുക്ക് ഫിനോൾ കിട്ടുന്ന റിയാക്ഷൻ ആണ് കേട്ടോ. ഫിനോൾ ടു ഫിനോൾ റിയാക്ഷൻ പോസിബിൾ ആണ് ത്രൂ ദ മീഡിയം ഓഫ് ഈതർ. ഫിനോൾ ടു ഫിനോൾ റിയാക്ഷൻ ഇസ് പോസിബിൾ ത്രൂ ദ മീഡിയം ഓഫ് ഈതർ. ഇനി നെക്സ്റ്റ് അനിസോൾ എന്ന് പറയുന്നതിലേക്ക് നമ്മൾ CH3Cl ആഡ് ചെയ്ത് കഴിഞ്ഞാൽ AlCl3 നമ്മൾ ഫിഡ്രോക്രാഫ്റ്റ് ആൽക്കലൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? പാരാ പൊസിഷനിൽ CH3 കിട്ടും. അതേപോലെ CH3CO AlCl3 ഇവിടെ നിന്ന് ചെയ്യാട്ടോ, ഒരു മിനിറ്റ് മക്കളെ, ഇത് ഇങ്ങനെ വരാം. HI ആണെങ്കിൽ ചെയ്തു. ബ്രോമിൻ ഇൻ ദ പ്രസൻസ് ഓഫ് എഥനോയിക് ആസിഡ് ആണെങ്കിൽ ബ്രോമോ പാരാബ്രോമോ അനലിൻ കിട്ടും. അതേപോലെ HNO3 HNO3 H2SO4 ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? നൈട്രോ ഗ്രൂപ്പിൽ കിട്ടും. പാരാനൈട്രോ അനിസോള് കിട്ടും. ഇനി CH3CO ആസിലൈസേഷൻ ആണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? COCH3 എന്ന രീതിയിലേക്ക് പാരാ പൊസിഷനിൽ കിട്ടും. ഇതൊക്കെ മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളൊരു വിധം പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. ഇതൊക്കെ ഓക്കെ, ഇത് കാണുമ്പോൾ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടണം. ഇനി ഇതിലേക്ക് ഇത് ചോദിക്കാറുള്ളതാണ്. SN2 മെക്കാനിസം ആണ് ഇവിടെ വരിക. ബിക്കോസ് ഇവിടെയും വരുമ്പോൾ എന്താണ് കട്ട് ചെയ്യുന്നത്? എവിടെയായിരിക്കും കട്ട് ചെയ്യുക? ഇവിടെ കട്ട് ചെയ്തിട്ടായിരിക്കും ഇവിടേക്ക് I ആഡ് ചെയ്യുന്നുണ്ടാവുക അല്ലെ. CH3I CH2 CH2 OH ആയിട്ട് വരും. ഇനി ഇവിടെ ആകുമ്പോൾ അത് ഓഫ്കോഴ്സ് ഇവിടെ വെച്ചിട്ടായിരിക്കും കട്ട് ചെയ്യുന്നുണ്ടാവുക. I will be adding here. CH3 CH2 I എന്ന് പറയുന്നത് ഇവിടെ ആയിരിക്കും ആഡ് ചെയ്തിട്ടുണ്ടാവുക. ഇവിടേക്കായിരിക്കും എന്ത് ആഡ് ചെയ്തിട്ടുണ്ടാവുക? ഹൈഡ്രജൻ ആഡ് ചെയ്തിട്ട് ആൽക്കഹോൾ ആയിട്ട് വന്നിട്ടുണ്ടാവുക. ദിസ് ഇസ് ദ റിയാക്ഷൻ ഓഫ് ദി ഈതർ. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? റിയാക്ഷൻ ഓഫ് ദി ഈതർ മനസ്സിലാവുന്നുണ്ടല്ലോ? ഫ്ലോ ചാർട്ട് ആണ് കേട്ടോ. ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് എന്ന് പറയുന്നത് എത്തനാൾ, അതായത് CH3CHO എന്ന് പറയുന്ന എത്തനാളിൽ നിന്നാണ് നമുക്ക് ചെയ്യാൻ പോകുന്നത്. അതായത് നമ്മൾ അതിലേക്ക് ZnCH HCl രണ്ട് തരത്തിലാണുള്ളത് മക്കളെ. ഇതെന്ന് പറയുന്നത് ഒന്ന് ക്ലെമൻസൺ റിഡക്ഷൻ ആണ്, ഈ നമ്മുടെ ഈഥേൻ കിട്ടുന്നത്. ഒന്ന് വോൾഫ് ഫ്രിക്ഷൻ റിയാക്ഷൻ ആണ് ഹൈഡ്രസിന്റെ പ്രസൻസിൽ. ഇത് ക്ലെമൻസൺ റിഡക്ഷൻ ആണ്. ഒന്ന് എന്താണ്? വോൾഫ് ഫ്രിക്ഷൻ റിയാക്ഷൻ ആണ്. രണ്ടും ഈഥേൻ ആണ് കിട്ടുന്നത്. ആലോചിക്കാം കേട്ടോ. ക്ലെമൻസൺ ആണ് ഒന്ന് വോൾഫ് ഫ്രിക്ഷണർ ആണ്. ഓക്കെ, ഇനി ഇന്നത്തെ നെക്സ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ടോളറൻസ് റിയാജന്റ് വെച്ച് യൂസ് ചെയ്യുന്ന രണ്ട് ഇക്വേഷൻസ് ആണ് വരുന്നത്. ഒന്ന് AgNH3 2 OH ആണെങ്കിൽ കിട്ടുന്നത്. ഇനി ഇതിലേക്ക് NaOH ആഡ് ചെയ്ത് കഴിഞ്ഞാൽ HCOO വരും. പിന്നെ HCN ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ എന്താ സംഭവിക്കുന്നുണ്ടാവുക? HCN ആണ് ആഡ് ചെയ്യുന്നതെങ്കിൽ OHന്റെ ബോണ്ട് ഓക്സിജന്റെ ബോണ്ട് ബ്രേക്ക് ചെയ്തിട്ട് OHും CNും ആയിരിക്കും. അതിലേക്ക് H3O+ ഹൈഡ്രോളിസിസ് നടന്നിട്ട് അവിടെ എന്ത് കിട്ടും? നമുക്ക് കാർബോക്സിലിക് ആസിഡും കാർബോക്സിലിക് ആസിഡും ആൽക്കഹോളും വരുന്ന ഒരു ഗ്രൂപ്പ് കിട്ടും. പിന്നെ നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഡൈല്യൂട്ട് NaOH ആണ് നമ്മൾ എത്തനാളിലേക്ക് ആഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും മക്കളെ? വി വിൽ ബി ഗെറ്റിംഗ് ഡൈല്യൂട്ട് NaOH എന്ന് പറയുന്നത് നമ്മുടെ ആൽഡോൾ കണ്ടൻസേഷൻ ആണ് കേട്ടോ. ആൽഡോൾ കണ്ടൻസേഷൻ ആണ്. അപ്പോൾ ആൽഫ ബീറ്റ അൺസാച്ചുറേറ്റഡ് ആയിട്ട് ആൽഡിഹൈഡ് ആണ് കിട്ടുന്നത്. CH3MgR എന്ന് പറയുന്നത് നമ്മുടെ ഗ്രിഗ്രാൻഡ് റിയേജന്റ് ആണ്. ഗ്രിഗ്രാൻഡ് റിയേജന്റ് ചെയ്യുമ്പോൾ നമുക്ക് എത്തനാളിൽ നിന്ന് നമുക്ക് എന്താണ് കിട്ടുന്നത്? ആൽക്കഹോൾ ആണ് കിട്ടുന്നത്. ആൽഡിഹൈഡ് ടു
ആൽക്കഹോൾ, സെക്കൻഡറി ആൽക്കഹോൾ ആണ് കിട്ടുന്നത് ആൽഡിഹൈഡിൽ നിന്ന്. സെക്കൻഡറി ആൽക്കഹോളിന് വീണ്ടും നമ്മൾ ഓക്സിഡേഷൻ നടത്തുകയാണ്. സെക്കൻഡറി ആൽക്കഹോൾ ഓക്സിഡേഷൻ നടത്തി കഴിഞ്ഞാൽ നമുക്ക് എന്താണ് കിട്ടുന്നത്? സെക്കൻഡറി കീറ്റോൺസ് ആണ് കിട്ടുന്നത്. സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ കീറ്റോൺസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. പ്രൈമറി ആൽക്കഹോൾസ് ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും കിട്ടുന്നുണ്ടാവുക? ആൽഡിഹൈഡ് ആയിരുന്നു കിട്ടുന്നുണ്ടാവുക. ഇത് കീറ്റോൺസ് ആണ് നമുക്ക് കിട്ടുന്നത് കേട്ടോ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ഇത് റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. എന്തിന്? ആൽഡിഹൈഡിന്റെ റിഡക്ഷൻ ആണ് സംഭവിക്കുന്നത്. തിരിച്ചിങ്ങോട്ട് പോവാണ്. അപ്പോൾ പ്രൈമറി ആൽക്കഹോൾസ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. പ്രൈമറി ആൽക്കഹോളിലേക്ക് കോൺസെൻട്രേറ്റ് H2SO4 ഇട്ട് കഴിഞ്ഞാൽ ഈഥീൻ ഇൻ ദ പ്രസൻസ് ഓഫ് 443. അതല്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ നേരത്തെ നമ്മൾ ഇതിൽ കണ്ടില്ലേ, ഇതും ആഡ് ചെയ്യാം. H3PO4 ഇവിടെ H3PO4 നമ്മൾ ആഡ് ചെയ്തിരുന്നില്ലേ? H3PO4 85% ചെയ്താലും എന്താണ് നമുക്ക് എലിമിനേഷൻ റിയാക്ഷൻ ആണ് കിട്ടുന്നത്. അങ്ങനെ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. ഓക്കെ. ഇനി എങ്ങനെയാണ് എത്തനാൾ നമുക്ക് കിട്ടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എത്തനോളിൽ നിന്ന്, അതായത് പ്രൈമറി ആൽക്കഹോളിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? ആൽഡിഹൈഡ് കിട്ടും. ഇൻ ദ പ്രസൻസ് ഓഫ് എ മൈൽഡ് റിയാക്ഷൻ ലൈക്ക് CR3 ഓർ PCC. അതും അല്ലെങ്കിൽ കോപ്പറിന്റെ പ്രസൻസിൽ, മെറ്റലിന്റെ പ്രസൻസിൽ ഹീറ്റ് ചെയ്താലും മതി. ഇനി അതല്ലെങ്കിൽ റിഡക്ഷൻ Hg2H+ റിയാക്ഷനിൽ ഈഥൈനിൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? നമുക്ക് എന്താ കിട്ടുന്നത്? എത്തനാൾ കിട്ടുന്നുണ്ട്. ഇതൊക്കെ പ്രിപ്പറേഷൻ റിയാക്ഷൻസ് ആണ് കേട്ടോ. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഓക്കെ. നെക്സ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് കാർബോക്സിലിക് ആസിഡിന്റെ റിയാക്ഷൻ ആണ്. കാർബോക്സിലിക് ആസിഡ് എന്ന് പറയുന്നത് എഥനോയിക് ആസിഡിന്റെ ഫസ്റ്റ് ഫോർമേഷൻ ആണ്. എഥനോയിക് ആസിഡ് എന്തൊക്കെയാണെന്നുള്ളത് ഒന്നില്ലെങ്കിൽ നമുക്ക് ആൽഡിഹൈഡ്സ് എന്നോ അല്ലെങ്കിൽ നമുക്ക് ആൽക്കഹോൾസ് എന്നോ. അതായത് ആൽക്കഹോൾസ് എന്ന് പറയുമ്പോൾ സ്ട്രോങ് ആയിട്ടുള്ളതാണ്, രണ്ട് യൂസ് ചെയ്യണം. ആൽഡിഹൈഡ്സ് ആണെങ്കിലും ആൽക്കഹോൾസ് ആണെങ്കിലും നമുക്ക് എഥനോയിക് ആസിഡ് കിട്ടും. ഇനി അതല്ലെങ്കിൽ ഹൈഡ്രോളിസിസ് ഏതെന്നൊക്കെ ചെയ്യാൻ പറ്റും? CN എന്ന് ചെയ്യാൻ പറ്റും, അമൈഡ്സ് എന്ന് ചെയ്യാൻ പറ്റും, COCl എന്ന് ചെയ്യാൻ പറ്റും, അതേപോലെ COOCH3 എന്ന് ചെയ്യാൻ പറ്റും. ഇത് എസ്റ്റർ ആണ്. അതേപോലെ അൻഹൈഡ്രേറ്റ് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആസിഡ് കിട്ടും. ഇനി നമ്മുടെ ഈ ആസിഡ് അമോണിയ ആയിട്ട് റിയാക്ട് ചെയ്താൽ ഈഥെയ്ൻ അമൈഡ് ആണ് കിട്ടുന്നുണ്ടാവുക. ഫസ്റ്റ് റിയാക്ഷൻ നമ്മുടെ ഹൈഡ്രജൻ കട്ട് ചെയ്ത് പോയിട്ട്, അതായത് ഇത് ഇങ്ങനെയാണ് വരിക. H3Nl OHും ഇവിടെ നിന്നൊരു ഹൈഡ്രജനും പോവും, ഇവിടെ നിന്നൊരു OHും പോവും. വിച്ച് മീൻസ് H2O പോയിട്ട് CH3CO NH2 മാത്രമേ മാറിയിട്ട് അമൈഡ് ആയിട്ട് മാറും. റിഡക്ഷൻ സംഭവിക്കുകയാണ്. LiAl4HT സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് റിഡക്ഷൻ, സ്ട്രോങ് റെഡ്യൂസിങ് ഏജന്റ് ആണ് കേട്ടോ. അപ്പോൾ റിഡക്ഷൻ നേരെ ആസിഡ്സ് നേരെ ആ അറ്റത്തേക്കാണ് പോവുക. വിച്ച് മീൻസ് ആൽക്കഹോൾ കിട്ടും. അതേപോലെ PCl5Cl3 അത് അവരുടെ ക്യാരക്ടറിസ്റ്റിക് റിയാക്ഷൻ ഏത് ബോണ്ട് ബ്രേക്കിംഗ് വരുന്നത്? നമ്മുടെ രണ്ട് റിയാക്ഷൻസ് ഉണ്ടല്ലോ, അതിൽ COOH ആണെങ്കിൽ ഈ ബോണ്ടാണ് ബ്രേക്ക് ചെയ്യുന്നത്. ഈ OHന് പകരമാണ് SOCl ആഡ് ചെയ്യുന്നത്. CH3COCl അതിലേക്ക് നമ്മൾ ഇത് ഓർമ്മയുണ്ടോ? ഇതെന്താണെന്നറിയോ? റോസ്മൺ റിയാക്ഷൻ ആണ്. റോസ്മൺ റിഡക്ഷൻ ആണ് ഇവിടെ സംഭവിക്കുന്നത്. COCl ഇൻ ദ പ്രസൻസ് ഓഫ് H2 പെലേഡിയം BaSO4 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നത്? എഥനാൾ കിട്ടുന്നുണ്ട്. ഇവിടെ വേറൊരു ക്യാരക്ടറിസ്റ്റിക് റിഡക്ഷൻ വരെയാണ്. ഇനി ഇതിലേക്ക് ആൽക്കഹോൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട്? CH3COOCH3 എസ്റ്റർ കിട്ടുന്നുണ്ട്. അതിലേക്ക് B2O5ന്റെ അതായത് അത് നിങ്ങൾക്ക് ഇല്ലാതെ തോന്നുന്നു ടെക്സ്റ്റിൽ. CH3CO നമ്മുടെ അൻഹൈഡ്രേറ്റ് കിട്ടുന്നുണ്ട്. ഇതിന്റെ പ്രസൻസിൽ ഒരു മെറ്റലിന്റെ പ്രസൻസിൽ റിയാക്ട് ചെയ്യുകയാണെങ്കിൽ CH3COON അത് ഇലക്ട്രോലൈസിസ് ചെയ്യുമ്പോൾ ഇലക്ട്രോലൈസിസ് റിയാക്ഷൻ ആണ്. ഈഥെയ്ൻ കിട്ടുന്നുണ്ട്. NaOH CaO യൂസ് ചെയ്യുമ്പോഴാണെങ്കിൽ CH4 എന്ന് പറയുന്ന മീഥെയ്നും കിട്ടുന്നുണ്ട്. ഇനി ഇതിൽ വന്നിട്ട് നമ്മുടെ ആസിഡ്സിന്റെ റിയാക്ഷൻസ്, ആസിഡ്സ് എങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ്? നമ്മുടെ ടൊളുവിൽ നിന്ന് KMnO4 KOH വെച്ചിട്ട് ഹൈഡ്രോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ ആസിഡ് കിട്ടുന്നുണ്ട്. ഈ ബെൻസോയിക് ആസിഡിലേക്ക് നൈട്രിക് ആസിഡും സൾഫ്യൂരിക് ആസിഡും കിട്ടിയ പാരാ പൊസിഷനിൽ എന്തായിരിക്കും? NO2 കിട്ടുന്നുണ്ടായിരിക്കും. പാരയല്ല, മെറ്റാ പൊസിഷനിലേക്ക് എന്തായിരിക്കും? NO2. COH എന്ന് പറയുന്നത് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആണ്. അത് ഓർക്കണം കേട്ടോ. COOH എന്ന് പറയുന്നത് മെറ്റാ ഡയറക്റ്റിംഗ് ഗ്രൂപ്പ് ആണ്. NO2 ആണ് കിട്ടുന്നുണ്ടാവുക. നെക്സ്റ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത് ആലിഫാറ്റിക് അമീൻസ് തന്നെയാണ്. ആലിഫാറ്റിക് അമീൻ, അതായത് ഈഥെയ്ൻ അമീനിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് CNലേക്ക് നമ്മൾ എന്താ ആഡ് ചെയ്താൽ മതി? ഇൻ ദ പ്രസൻസ് ഓഫ് എ റിഡക്ഷൻ, അത് ഹൈഡ്രജൻ അല്ലേ വേണ്ട, റിഡക്ഷൻ ചെയ്താൽ മതി. അതല്ലെങ്കിൽ അമൈഡിൽ നിന്ന് റിഡക്ഷൻ ചെയ്യാൻ പറ്റും. അതേപോലെ നൈട്രോബെൻസീൻ, ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ആ ഡൈസോണിയം ക്ലോറൈഡിൽ വരുന്നതാണ്. നൈട്രോബെൻസൈൻ ടു ക്ലോറോബെൻസീൻ, നൈട്രോബെൻസൈൻ ടു ബെൻസീൻ, നൈട്രോബെൻസീൻ ടു ഫ്ലൂറോബെൻസീൻ, അയോഡോബെൻസീൻ ഒക്കെ ചോദിക്കും. അപ്പോൾ ആദ്യം എന്താ ചെയ്യുന്നത്? അനിലിൻ ഉണ്ടാക്കണം. അനിലിൻ ഉണ്ടാക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നൈട്രോബെൻസിന് റിഡക്ഷൻ ആണ്. ഒന്നില്ലെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ കാറ്റലിറ്റിക് റിഡക്ഷൻ കൊടുക്കാം. ഹൈഡ്രജൻ ഇൻ ദ പ്രസൻസ് ഓഫ് പ്ലാറ്റിനം നിക്കൽ ഒക്കെ ചെയ്യാം. അതല്ലെങ്കിൽ Zn+HCl അല്ലെങ്കിൽ Fe+HCl വെച്ചിട്ട് നമുക്ക് ചെയ്യാം. ഇതാണ് മൂന്ന് നമ്മുടെ അത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ളത്. ഇനി അവിടെ നിന്നുള്ള റിയാക്ഷൻസ് എന്ന് പറയുന്നത് CH3Cl3, ഇത് നമ്മുടെ
കാർബൈലമൈൻ റിയാക്ഷൻ ആയിരുന്നു NC എന്ന് പ്രസൻസ് CH3KOH എന്ന് പറയുന്നത്. അതിലേക്ക് LiAl4H3 NC എന്ന് പറയുന്നത് എന്തായിരിക്കും, റെഡ്യൂസ് ചെയ്തിട്ട് CH3CH2 NH3CH3 ആയിട്ട് മാറും. N-methyl ethanamine ആയിട്ട് മാറും. ഇനി NaNO2 in the presence of HCl ആണെങ്കിൽ NaNO2 in the presence of HCl ആണെങ്കിൽ നമുക്ക് എന്തായിരിക്കും, നമ്മുടെ CH3CH2OH ആണ് കിട്ടുക. മക്കളെ ഇത് എന്താണെന്നറിയോ, ഇത് നമ്മുടെ വാട്ടർ ആഡ് ചെയ്യുന്ന, അതായത് NaNO2 HCl വേറെ ഒന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ അത് വാട്ടർ ആഡ് ചെയ്യാന്നാണ് അറിയുക. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ NaNO2 ആഡ് ചെയ്യുമ്പോൾ നമുക്ക് N2Cl എന്ന് പറയുന്നു. അതിലേക്ക് വാട്ടർ ആഡ് ചെയ്താൽ നമുക്ക് എന്താ കിട്ടുന്നത്, അവിടെ ഫീനോൾ ആണ് കിട്ടുന്നത്. ഈ സംഭവത്തിന് പകരം ബെൻസീനിന് പകരം നമുക്ക് എന്താണ് CH3CH2 ആണ്. അപ്പോൾ അതിലേക്ക് OH ആണ് ആഡ് ചെയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇങ്ങനെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഒന്നും ആഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ H2 ആഡ് ചെയ്യുന്നതാണ് അർത്ഥം. ഇനി PCl5 ആഡ് ചെയ്താൽ അവിടേക്ക് എന്തായിരിക്കും, Cl വരും. Clക്ക് KCl ആഡ് ചെയ്താൽ CN വന്നു, Cl റീപ്ലേസ് ചെയ്ത് അത് റിഡക്ഷൻ പോവുകയാണെങ്കിൽ അവിടെ എന്ത് വന്നു, നമുക്ക് എന്ത് വന്നു, CN റിഡക്ഷൻ പോവുകയാണെങ്കിൽ വി വിൽ ബി ഗെറ്റിംഗ് LiAl4 റിഡക്ഷൻ ആണെങ്കിൽ 1 നമ്പർ ഗ്രേറ്റർ ദാൻ ദ കാർബൺ കിട്ടും. അപ്പോൾ എന്തായിരിക്കും, അമീൻസ് കിട്ടുന്നുണ്ട്. CH3CH2CH2 അമീൻസ് ആണ് കിട്ടുന്നത് കേട്ടോ, CN എന്ന റിഡക്ഷൻ ചെയ്യുമ്പോൾ. ഇനി NaNO2 പ്രസൻസ് ഓഫ് HCl നമുക്ക് ഈ പറഞ്ഞ പോലെ CH3CH2OH കിട്ടിയില്ലേ, അതിലേക്ക് ഓക്സിഡേഷൻ സംഭവിക്കുകയാണെങ്കിൽ, ഓക്സിഡേഷൻ ആണ്, ആൽക്കഹോളിൽ നിന്ന് ഓക്സിഡേഷൻ ആണ് സംഭവിക്കുന്നതെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, ആസിഡ്സ് കിട്ടും. ആസിഡിലേക്ക് അമോണിയ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അമൈഡ്സ് കിട്ടും. അമൈഡ്സിലേക്ക് ബ്രോമിൻ ഇൻ ദ പ്രസൻസ് ഓഫ് NaOH ആഡ് ചെയ്ത് ഒരു കാർബൺ കുറവാണ്, ബ്രോമൈഡ് റിയാക്ഷൻ ഓർമ്മയുണ്ടോ, ഒരു കാർബൺ കുറവായിട്ടുള്ള അമൈഡിൽ നിന്ന് നമുക്ക് അമീൻസ് കിട്ടും. ഇവിടെ സെയിം കാർബൺ സെയിം എമൗണ്ട് ഓഫ് ദ കാർബൺ ആണ്. 3 കാർബൺ ഇവിടെ 3 കാർബൺ നോർമൽ ആയിട്ടുള്ള റിഡക്ഷൻ ചെയ്ത് കഴിഞ്ഞാൽ മതി. ഇവിടെയും റിഡക്ഷൻ ആണ് ചെയ്യുന്നത്, പക്ഷെ എന്താ സംഭവിക്കുന്നത്, ബ്രോമോമൈഡ് റിയാക്ഷൻ അല്ലേ, ബ്രോമോമൈഡ് ഡീഗ്രേഡേഷൻ അതാണ് നമ്മൾ ചെയ്യുന്നത്. Br2 in the presence of NaOH പറയുമ്പോൾ ഒരു കാർബൺ കുറവ്, പ്രൈമറി അമീൻ തന്നെയാണ്, പ്രൈമറി അമൈഡ് ആണ്, പ്രൈമറി അമീൻ തന്നെ കിട്ടുക, പക്ഷെ ഒരു കാർബൺ കുറവായിരിക്കും. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ സെയിം നമ്പർ ഓഫ് കാർബൺ ഉള്ളതായിരിക്കും കിട്ടുന്നുണ്ടാവും, നോർമൽ റിഡക്ഷൻ ആണ് നടക്കുന്നത്. ഇനി CH3COCl പ്രസൻസിലാകുമ്പോൾ എന്താ സംഭവിക്കുന്നുണ്ടാവുക, അതിലേക്ക് ഈഥനമൈഡ് കിട്ടുന്നുണ്ടായിരിക്കും. അതായത് ഇവിടുന്ന് Clഉം ഇവിടുന്ന് നമ്മുടെ Hഉം ഹൈഡ്രജനും റിമൂവ് ചെയ്തിട്ട് ബാക്കി എഴുതിയിരിക്കുകയാണ്. മനസ്സിലായോ മക്കളെ? ഇനി ആലിഫാറ്റ് നമ്മുടെ അനിലിൻ ആണെങ്കിൽ അനിലിന്റെ പ്രസൻസ്, അനിലിന് എന്തൊക്കെ കിട്ടാം, നൈട്രോബെൻസിൻ അനിലിൻ കിട്ടാം. അതിലേക്ക് Br2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2,4,6 ട്രൈബ്രോമോ അനിലിൻ കിട്ടും. ഇനി അതല്ല, നമുക്ക് 2,4,6 ട്രൈബ്രോമോ അനിലിൻ അല്ല വേണ്ടത്, 4 ബ്രോമോ അനിലിൻ. അതല്ലെങ്കിൽ അവർ പറയും പാരാബ്രോമോ അനിലിൻ. 4 ബ്രോമോ അനിലിൻ നിങ്ങൾക്ക് ചോദിക്കും കേട്ടോ, ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും ചോദിക്കുക. 4 ബ്രോമോ അനിലിൻ അല്ലെങ്കിൽ പാരാബ്രോമോ അനിലിൻ ആണ് വേണമെന്നുണ്ടെങ്കിൽ ഈ റിയാക്ഷൻ ചെയ്തിട്ട് കാര്യമില്ല. ഈ റിയാക്ഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, CH3COCl അല്ലെങ്കിൽ CH3OCO അൻഹൈഡ്രേറ്റ് ഒക്കെ ആഡ് ചെയ്തിട്ട് എന്നിട്ട് ഈ റിയാക്ഷൻ ചെയ്യണം. മനസ്സിലാവുന്നുണ്ടോ? കാരണം ദേ ആർ വെരി വെരി ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. അവർ മെറ്റാ പൊസിഷനിലാണ്, പാരി ഓർത്തോ പൊസിഷനിലേക്കാണ് അവർ വരിക. അപ്പോൾ അത് മാറ്റിയിട്ട് അതിനെ ഡീആക്ടിവേറ്റ് ചെയ്യണം. അതിനെ ഡീആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് എന്ത് വഴി മാത്രമേ ഉള്ളൂ, വി ഹാവ് ടു ഗോ ഫോർ ദിസ് പെർട്ടിക്കുലർ എന്താ പറയുക, ഒന്ന് ഡീആക്ടിവിറ്റി കുറയ്ക്കാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടി വരും. മനസ്സിലാവുന്നുണ്ടല്ലോ, ക്ലിയർ ആവുന്നുണ്ടല്ലോ മക്കളെ? ഇനി HNO2 HNO3 H2SO4 പ്രസൻസിലാണെങ്കിൽ നമുക്ക് ഓർത്തോയും കിട്ടും, പാരയും കിട്ടും. ഓക്കെ, അതിൽ പാര മാത്രം നമുക്ക് കിട്ടണമെങ്കിൽ അതിൽ ഡീആക്ടിവേറ്റ് ചെയ്യണം. ഡീആക്ടിവേറ്റ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം, അസറ്റിക് എൻഹൈഡ്രൈഡോ അല്ലെങ്കിൽ CH3COCl ആഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ആ ആക്ടിവിറ്റി കുറച്ചൊന്ന് കുറയും, എന്നിട്ട് നമുക്ക് പാര മാത്രം കിട്ടും. ഇനി H2SO4 കോൺസെൻട്രേറ്റ് H2SO4 പ്രസൻസിലാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും, SO3H സൾഫോണിക് ആസിഡ് ആയിട്ട് കിട്ടും പാരാ പൊസിഷനിലേക്ക്. ഇതാണ് അനിലിൻ്റെ റിയാക്ഷൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ബെൻസിൻ ഡൈസോണിയം ക്ലോറൈഡ് നിങ്ങൾക്ക് അറിയുന്നതാണ്. അതായത് CuCl2HCl പ്രസൻസിൽ നമ്മുടെ സാൻമേ റിയാക്ഷൻ ആണ് നടക്കുന്നത്. Cu⁻HBr പ്രസൻസിൽ ബ്രോമോ ബെൻസിൻ, അതും സാൻമേ റിയാക്ഷൻ ആണ്. Ki എന്ന് പറയുമ്പോൾ അയോഡോ ബെൻസിൻ കിട്ടുന്നത്. HB4 പറയുന്നത് ഫ്ലൂറോ ബെൻസിൻ ആണ്. H3PO2 എന്ന് പറയുന്നത് നമുക്ക് ആൽക്കഹോൾ അല്ലെങ്കിൽ CH3CH2 ആൽക്കഹോൾ ആണെങ്കിൽ നമുക്ക് വെറും ബെൻസീൻ ആണ് കിട്ടുന്നത്. HBF4 NaNO2 ആണ്. അതായത് ആദ്യം നമുക്ക് ഇവിടെ ഒരു ഇന്റർമീഡിയറ്റ് കിട്ടും. അതായത് ഇങ്ങനെ ഒരു ഇന്റർമീഡിയറ്റ് ആണ്, N2ലേക്ക് BF4 പറയുന്ന ഒരു ഇന്റർമീഡിയറ്റ് കിട്ടും. അതിലേക്ക് NaNO2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ കിട്ടുന്നത്, നൈട്രോബെൻസിൻ. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നൈട്രോബെൻസിൻ ആക്കാൻ പറയും. നൈട്രോബെൻസിൻ അത് അനിലേക്ക് കൺവേർട്ട് ചെയ്യുക, SNHCl വെച്ചിട്ട്. ഈ അനിലേക്ക് കൺവേർട്ട് ചെയ്തതിന് നമ്മൾ എന്ത് ചെയ്യുക, ബെൻസിൻ ഡൈസോണിയം ക്ലോറൈഡിലേക്ക് കൺവേർട്ട് ചെയ്യുക, NaNO2 HCl വെച്ചിട്ട്. ബെൻസിൻ ഡൈസോണിയം ക്ലോറൈഡിലേക്ക് കൺവേർട്ട് ചെയ്തതിന് നമ്മൾ HBF4 വെച്ചിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, ഇന്റർമീഡിയറ്റ് കിട്ടും. ആ ഇന്റർമീഡിയറ്റിലേക്ക് നമ്മൾ NaNO2 വീണ്ടും ആഡ് ചെയ്താൽ വി വിൽ ബി ഗെറ്റിംഗ് നൈട്രോബെൻസിൻ അഗെയിൻ.
ഓക്കെ. ഇനി നെക്സ്റ്റ് നമ്മുടെ N2Cl ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡിലേക്ക് വാട്ടർ ആഡ് ചെയ്യുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ചോദിക്കുകയാണ് NaNO2 HCl മാത്രമേ തന്നിട്ടുള്ളൂങ്കിൽ അവിടെ നമുക്ക് ബെൻസീൻ ഡൈസോണിയം ക്ലോറൈഡും വരാം, അതേപോലെ NaNO2 ഫോളോഡ് ബൈ ദ വാട്ടർ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ നമുക്ക് എന്തായിരിക്കും വരുന്നുണ്ടാവുക, ഫീനോൾ ആയിരിക്കും വരുന്നുണ്ടാവുക. അപ്പോൾ ഈ ഇതിന് ബെൻസിൻ ഗ്രൂപ്പ് ആണെങ്കിലാണ് ഫീനോൾ വരിക. ഓക്കെ. ഇനി ബെൻസിൻ ഗ്രൂപ്പ് ഇല്ല എന്നുണ്ടെങ്കിൽ അതേപോലെ വേറൊരു കാര്യമുണ്ട് മക്കളെ, നമുക്ക് അനിലിൻ ആണ് തന്നിരിക്കുന്നത്. അനിലിൻ തന്നിട്ട് ജസ്റ്റ് നമുക്ക് NaNO2 HCl തന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൻസിൻ ഡൈസോണിയം ക്ലോറൈഡ് എഴുതാൻ പറ്റില്ല. നമ്മൾ ബെൻസീൻ എന്നാണ് എഴുതുന്നത്, ഫിനോൾ ആണ് എഴുതുന്നത്. കാരണം എന്താ വെച്ചാൽ അവിടെ വാട്ടർ ആഡ് ആവും എന്നാണ് പറയുന്നത്. മനസ്സിലായോ? നമുക്ക് ഞാൻ വീണ്ടും പറയാണ്, അനിലിൻ തന്നിട്ട് അതിലേക്ക് NaNO2 HCl തന്നാൽ നമുക്ക് ബെൻസിൻ ഡൈസോണിയം ക്ലോറൈഡ് ആണ് കിട്ടുന്നത്. പിന്നെ അതിന് ഫോളോ അപ്പ് റിയാക്ഷൻ തന്നിട്ടുണ്ടെങ്കിൽ ഓക്കെ AB ആയിട്ട്. ഇനി അതൊന്നും തന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വാട്ടർ ആഡ് ചെയ്യുന്നത് കൺസിഡർ ചെയ്ത് നമ്മൾ ഫിനോൾ ആണ് എഴുതേണ്ടത്. അനിലിൻ ആണെങ്കിൽ ഇനി അതല്ല ജസ്റ്റ് CH3NH2 ആണെങ്കിൽ CH2OH ആയിട്ടാണ് എഴുതുന്നത്. OH ആഡ് അല്ലേ ചെയ്യുന്നത് വാട്ടർ ആഡ് ആകുമ്പോൾ, അപ്പോൾ CH2OH ആണ് ആഡ് ആവേണ്ടത്. ഇനി അനിലിൻ ഇൻ ദ പ്രസൻസ് ഓഫ് NaNO, അത് നമ്മൾ ചെയ്തതല്ലേ. ഇത്രയാണ് എന്തെന്ന് പറയുന്നത് ക്യാരക്ടറിസ്റ്റിക്സിന്റെ ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഇത്രയാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. കിട്ടുന്നുണ്ടോ നിങ്ങൾക്ക്? എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മക്കളെ? യെസ് അദ്വൈത്. യെസ് അദ്വൈത്. മനസ്സിലാവുന്നുണ്ടോ മക്കളെ? ഇതാണ് ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവാട്ടോ. ജസ്റ്റ് ഒന്ന് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ ഒരു റിവിഷൻ പോലെ ക്വിക്ക് റിവിഷൻ പോലെ ഓർഗാനിക് കെമിസ്ട്രിയിൽ ചെയ്യാൻ പറ്റും. സോ ഞാൻ ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാണ്. ഐ ഹോപ്പ് ദിസ് വാസ് ക്ലിയർ. എൻ്റെ മക്കൾക്ക് പരീക്ഷ എഴുതുന്ന എല്ലാ മക്കൾക്കും ഓൾ ദി ബെസ്റ്റ്. പേടിക്കൊന്നും വേണ്ട, അടിപൊളിയായിട്ട് എക്സാം എഴുതിയിട്ട് വരിക. നമ്മളെല്ലാം പഠിച്ചിട്ടുണ്ട്, നമ്മളെല്ലാം സെറ്റാണ്. നമ്മളെ കൊണ്ട് എന്തായാലും നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് എങ്ങനെയായാലും ഒരു 80-ൽ നിങ്ങൾക്ക് 60-ലല്ലേ അല്ലേ പേപ്പർ, ഒരു എന്താ പറയുക, എങ്ങനെയായാലും നിങ്ങൾക്ക് മോർ ദാൻ ഹാഫ്, ഒരു 40 എബോവ് മാർക്സ് എന്തായാലും കിട്ടും. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ പഠിക്കുക, അതേപോലെ ഫ്ലോ ചാർട്ട് ഒന്ന് ജസ്റ്റ് നോക്കുക. അത് കഴിഞ്ഞിട്ട് നന്നായി വെള്ളം കുടിച്ച് നല്ല ഹാപ്പി ആയിട്ട് എക്സാം എഴുതാൻ പോകും. ടെൻഷൻ അടിച്ച് എക്സാം എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചതും കൂടി മറന്നു പോകും. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. എന്തായാലും നിങ്ങൾക്ക് നല്ല മാർക്കാണ് കിട്ടാൻ പോകുന്നത്, എനിക്ക് ഉറപ്പാണ്. അത് കഴിഞ്ഞ് നമുക്ക് 12:30 നമുക്ക് ഷാർപ്പ് 12:30 ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്. ഇന്നത്തെ നമുക്ക് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ഉണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ എനിക്ക് എല്ലാവരും മാമേ ഇത് എളുപ്പമായിരുന്നു, ഇങ്ങനെയായിരുന്നു എന്ന് എല്ലാവരും പറയണം. മനസ്സിലാവുന്നുണ്ടല്ലോ? സോ എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് എക്സാം എഴുതിയിട്ട് വരും. ഒരു ടെൻഷനും അടിക്കേണ്ട, നിങ്ങൾ നന്നായിട്ട് എഴുതും, എനിക്ക് നല്ല ഉറപ്പാണ്. ഓക്കെ. സോ ഓൾ ദ ബെസ്റ്റ് മൈ ഡിയർ സ്റ്റുഡൻസ്. ബൈ. നമുക്ക് 12:30 കാണാം കേട്ടോ. നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ.